ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്ക് ആമുഖമായിട്ട് വായിക്കാം. തിരുവചനം നമുക്ക് ഒരുമിച്ച് തുറന്ന് വായിക്കാം. 2 പത്രോസ് 2 Peter 1:10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. അപ്പോസ്തലനായ പത്രോസ് 2-ാം അധ്യായം 2-ാം ലേഖനത്തിൽ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. അതെന്താണെന്ന് വ്യക്തമായി നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല പലർക്കും. പക്ഷേ അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളണം, അധികം ശ്രമിക്കണം. ദൈവമക്കൾക്ക് ഉള്ള 2 കാര്യങ്ങളാണ് വിളിയും തെരഞ്ഞെടുപ്പും. അത് പലപ്പോഴും എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പലർക്കും മനസ്സിലാകാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മളെല്ലാ ആഴ്ചകളിലും ഒരുപക്ഷെ ആരാധിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെയുള്ളവരല്ല, ഒരുപക്ഷെ നമ്മിൽ പലർക്കും അതറിയാമായിരിക്കും. പക്ഷെ അനേകർക്കും കർത്താവ് എന്തിനാണ് എന്നെ വിളിച്ചത്, ദൈവം എന്തിനാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതിനെപ്പറ്റി രക്ഷയുടെ അനുഭവത്തിൽ വന്നാലും പലപ്പോഴും കർത്താവ് വിടുവിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റുവാൻ മാത്രമല്ല, നമ്മുടെ സന്തോഷവും സമാധാനവും നൽകുവാൻ മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു ദൈവപൈതലിൻ്റെ വിളിയുണ്ട്. 2 കാര്യങ്ങളുണ്ട്. 1 വിളി, 2 തിരഞ്ഞെടുപ്പ്. അപ്പോൾ വിളി എന്താണ്, തിരഞ്ഞെടുപ്പ് എന്താണെന്നുള്ളതിനെപ്പറ്റി പലപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയണം. നമ്മളെന്തിനാണ് ദൈവം വിളിച്ചത്. ദൈവം ആരെയും വെറുതെ വിളിക്കത്തില്ല. ചിലരുണ്ട് വഴിയെ പോകുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറയും, എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലെന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ സുഖമാണെന്ന് ചോദിച്ചിട്ട് വിടും. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവം വിളിച്ചാൽ എന്തെങ്കിലും കാര്യം കാണും. ദൈവം വിളിച്ചാൽ ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം വിളിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ സമയം വെറുതെ കളയുന്ന ദൈവമല്ല, എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ വൃദ്ധമാക്കുന്ന ദൈവമല്ല. ദൈവം നമ്മളെ വിളിച്ച് നമ്മളെ വേർതിരിച്ചത് പ്രത്യേകമായ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്. അനേകർക്ക് കിട്ടാത്ത ഒരു വലിയ ഭാഗ്യമാണ് ഇതിനകത്തിരിക്കുന്ന ദൈവമൊക്കെ കിട്ടിയിരിക്കുന്നത് എന്ന് സ്തോത്രം അറിയുമ്പോൾ ആ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ആ വിളിയും തിരഞ്ഞെടുപ്പും നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിലും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഈ വിശ്വാസത്തിലേക്ക് വന്നത് പല പാരമ്പര്യ വിശ്വാസങ്ങളും കളഞ്ഞ് മറ്റ് അന്യ വിശ്വാസത്തിലും ആരാധനയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന നമുക്കുണ്ടായിരുന്ന നമുക്ക് കിട്ടാമായിരുന്ന അനേക സൗഭാഗ്യങ്ങളെയൊക്കെ വിട്ട് അനേകരുടെ നിന്ദയും പരിഹാസവും ഒക്കെ ഏറ്റുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് പലരും കടന്നു വന്നത്. എന്നാൽ പലപ്പോഴും എന്തിനാ കർത്താവേ ഞാൻ ഈ വിശ്വാസം നിന്നെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ ദൈവം നമ്മളെ ദൈവം നമ്മളെ വിളിച്ചു. 2 ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണല്ലോ, ഇലക്ഷൻ്റെ സമയമാണ്. അപ്പം അതുകൊണ്ടല്ല വചനം പറയുന്നത്. സ്തോത്രം. ഈ വചനം ഉള്ളിൽ ഇങ്ങനെ ലഭിച്ചപ്പോൾ ചില അല്പമായിട്ടുള്ള ആത്മീയ വെളിച്ചം ലഭിച്ചപ്പോൾ ഇതത്ര എളുപ്പം പറയാൻ കഴിയുന്നതല്ലെന്ന് ഏതെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്ന് തന്നെ ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ ചിന്തിക്കാൻ അതിനെപ്പറ്റി ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് അതിനകത്ത് മറഞ്ഞു കിടക്കുന്നത് കർത്താവ് എനിക്ക് കാണിച്ചു തരാൻ ഇടയായി. ഒരുപക്ഷെ ഇത് നമുക്ക് കേൾക്കുന്ന പലർക്കും ഇതറിയാമായിരിക്കും. അറിയാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ പകലിൽ, ഈ രാത്രിയാകും പകൽ എവിടെയാമാട്ടെ, സ്തോത്രം, അത് നമ്മുടെ ജീവിതത്തിൽ അത് ഈ ദിവസങ്ങളിലും അത് നമ്മുടെ ജീവിതത്തിൽ അതിനൊരു ഫലം ഉണ്ടാകുവാൻ തക്കം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവമക്കളെ ദൈവം വിളിച്ചത് ദൈവസഭ എന്ന് പറഞ്ഞിരിക്കുന്നത്
എക്ലീസിയ എന്നാണ് ദൈവസഭയുടെ മറ്റൊരു പേര്. എക്ലീസിയ എന്ന് പറഞ്ഞാൽ യു ഹാവ് ബീൻ കോൾഡ് ഔട്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്ലീസിയ വേർതിരിച്ച ഒരു കൂട്ടം, ദൈവം മാറ്റി നിർത്തിയ ഒരു കൂട്ടം. അങ്ങനെ ഒരു കൂട്ടമായി ദൈവം നമ്മളെ വിളിച്ചതിനെ ഓർത്ത് ദൈവസഭയുള്ള ദൈവമക്കൾ ആ കർത്താവിന് സ്തോത്രം ചെയ്യുമോ? ദൈവം നമ്മളെ വേർതിരിച്ചതാണ്. ആമേൻ. അപ്പോസ്തലനായ പത്രോസ് പറയും, ഞാനത് വേഗത്തിലൊന്ന് പോകാം, കാരണം എല്ലാം പറയാൻ പറ്റുമെന്ന് നമുക്കറിയാം. അറിയാവുന്ന കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ, യേശുക്രിസ്തു മുഖാന്തരം കർത്താവ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ജീവനുള്ള കല്ലുകളായിട്ടാണ്. ജീവനില്ലാത്ത കല്ലുകളല്ല, ഇതിനകത്തിരിക്കുന്ന ഒരു ജീവനുള്ളവരാണ്. ജീവനുള്ള കല്ലുകളാക്കി ദൈവസഭയുടെ അടിസ്ഥാനം ആരാണ്? അപ്പോസ്തലന്മാരായിരിക്കുന്ന അടിസ്ഥാനത്തിന് മേൽ, അല്ലെങ്കിൽ ക്രിസ്തുവായിരിക്കുന്ന മൂലക്കല്ലിൻ്റെ മേൽ പണിയപ്പെട്ട അടിസ്ഥാന ഫൗണ്ടേഷൻ സ്റ്റോൺസ് അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാരുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ്, അല്ലെങ്കിൽ അവരാണ് സഭയെ ഫൗണ്ടേഷനായിട്ട് കർത്താവ് കണ്ടത്. അപ്പോൾ അതിൻ്റെ മേൽ വെക്കപ്പെട്ട ജീവനുള്ള കല്ലുകളായി ആണ് ഇതിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്തിരിക്കുന്നവർക്ക് ജീവനില്ലാത്തവരല്ല, ഇതിനകത്തിരിക്കുന്നവർ ജീവനുള്ളവരാണ്. ജീവനുള്ളവരാണെങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ഇരിക്കുന്നവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അവർക്ക് ജീവനുണ്ട്, അവർക്ക് നിത്യജീവനുണ്ട്. ഈ ഭൂമിയിലും കർത്താവ് ഒരു ജീവൻ നമുക്ക് തന്നിട്ടുണ്ട്, സമൃദ്ധമായ ജീവൻ കർത്താവ്. അപ്പോൾ ദൈവമൊക്കെ, ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. നമ്മളെ വിളി എന്താണെന്ന് ചോദിച്ചാൽ, ആമേൻ, ദൈവ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തുവെന്ന് ഇത് ഇരിക്കുന്ന പലർക്കും അറിയാം. പക്ഷേ ദൈവ മക്കളാകാനുള്ള അധികാരമാണ് നമ്മളെ വിളിച്ചത്. ദൈവ മക്കൾ, സ്തോത്രം, രാജാവിൻ്റെ മക്കളല്ല, പ്രൈം മിനിസ്റ്ററിൻ്റെ മക്കളല്ല, ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ എത്ര ദൈവത്തിന് ആ വിളിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വന്നതുപോലെ ദൈവം മടക്കി അയക്കത്തില്ല ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ചില ഉറപ്പ് തന്നിട്ട് ദൈവം അയക്കത്തുള്ളൂ. ചില ഉറപ്പുകൾ, ചില ദൈവിക ദൂതുകൾ കർത്താവ് ഇന്ന് വെളിപ്പെടുത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം പറയുകയാണ്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനായി ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻ നിയമിച്ചു. അപ്പോൾ ദൈവം നമ്മളെ മുന്നറിഞ്ഞു. ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളെ മുന്നറിഞ്ഞു എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ മുൻ നിയമിച്ചതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ ദൈവം നമ്മളെ മുൻ നിയമിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തെ, മനുഷ്യൻ്റെ സ്വരൂപത്തിലല്ല, മൃഗത്തിൻ്റെ സ്വരൂപത്തോടല്ല, ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിലേക്കും ഛായയിലേക്കും മാറ്റുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയെന്നല്ല, ഹി വാസ് ദൈവത്തിൻ്റെ ഛായയിൽ ആണ്, അല്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയെന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഫീഷ്യർക്കെഴുതിയ ലേഖനം, അതാണ് കുറച്ചുകൂടെ കറക്റ്റ്. കൊളോസ്യർക്കെഴുതിയ ലേഖനം 1:15 പറഞ്ഞിരിക്കുന്നത്, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അതിനോട് അനുരൂപര, കൺഫോം CONFORM എന്ന് പറഞ്ഞാൽ ടു ദ സ്റ്റാൻഡേർഡ്സ്. കൺഫേം എന്ന് നമുക്കറിയാം, ജോലി കൺഫേം ഉണ്ടാകും, പലതും കൺഫേം ഉണ്ടാകും. പക്ഷെ അതല്ല, നമ്മളൊരു സാദൃശ്യത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. രൂപഭാവങ്ങൾ നഷ്ടപ്പെട്ടു പോയ നമ്മളെ ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. അതിനായിട്ട് അഥവാ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, അവൻ അതിൻ്റെ റോമർ 8:30-29 വായിച്ചത്, അതിൻ്റെ 30 പറയുന്നു, ഹല്ലേലൂയ, അവിടെ പറയുന്നു, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചത് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ.
അവൻ എത്ര പേർ വിശ്വസിക്കാൻ കഴിയും? വെറുതെ അല്ല ദൈവം വിളിച്ചു നമ്മളെ. അനേക ലക്ഷങ്ങളും കോടികളുമുള്ള ജനത്തിൻ്റെ ഇടയിൽ നിന്നും ദൈവ മക്കളായി തീരുവാൻ, ദൈവത്തിൻ്റെ ഗ്ലോറിഫിക്കേഷനിലേക്ക് ദൈവം നമ്മളെ ഗ്ലോറിഫൈഡ് ബോഡിയാക്കി. ഈ ശരീരത്തിനകത്ത് പല കുറവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പലതും നമ്മുടെ മാനസികമായ നിലകൾ കുറവുകളുണ്ട്, നമുക്ക് പല നിലകളിലും കുറവുണ്ട്. പക്ഷേ നമ്മളെ സമ്പൂർണ്ണരാക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് മാറ്റുവാൻ, ഒരു ഗ്ലോറിഫൈഡ് ആയിരിക്കുന്ന ശരീരമാക്കി തീർക്കുവാൻ, പെർഫെക്റ്റ് ആയിരിക്കുന്ന സ്തോത്രം എന്നും എന്നേക്കും ജീവിക്കുന്ന ശരീരമാക്കി മാറ്റുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ടു ബി എ പാർട്ടേക്കേഴ്സ്. അതിൻ്റെ അതേ അധ്യായത്തിൻ്റെ 4-ാം വാക്യം പറയുകയാണ്, വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ ദൈവസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇവിടെ ഇരിക്കുന്ന ദൈവസഭയ്ക്ക് ഉള്ളതിനായിട്ട് ദൈവത്തെ എത്ര വന്ന് സ്തോത്രം ചെയ്യും. വാഗ്ദത്തങ്ങൾ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാതെ, നമുക്കറിയാം, പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ. യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു, എഫീഷ്യൻ ലേഖനം 1:11 പറയുകയാണ്, അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി തീരേണ്ടതിനാണ്. പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വം, ദൈവം ഈ ഭൂമിയിൽ മഹത്വം എടുക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് പേര്, നമ്മുടെ ഓരോരുത്തരുടെ പേരുണ്ടെങ്കിൽ നമ്മൾ പേര് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, നമ്മളെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചത്. നമ്മുടെ ജീവിതത്തിലോ ദൈവം മഹത്വം എടുക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കഥാണ്. എൻ്റെ ജീവിതത്തിലോ ദൈവം മഹത്വം എടുക്കും വിശ്വസിക്കുന്നതെന്ന് പറയാം. യേശുവിനെ പിശാച് മഹത്വം എടുക്കത്തില്ല, ഒരു വ്യക്തിയും മഹത്വം എടുക്കത്തില്ല, ഞാൻ മഹത്വം എടുക്കത്തില്ല. ദൈവം എൻ്റെ ജീവിതത്തിലൂടെ മഹത്വം എടുക്കും. ദൈവം എൻ്റെ ജീവിതത്തിന് മഹത്വം എടുക്കും. എന്നെ ദൈവം ഒരു നല്ല സാക്ഷിയാക്കി മാറ്റും. അനേകരുടെ മധ്യ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ കണ്ട് അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതം ഇടയാകുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. വിശ്വാസത്തോടെ പറയണം, കർത്താവേ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ സാക്ഷിയാക്കിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ വെളിച്ചമായിട്ടാണ്. അനേകർക്ക് ഞാൻ വെളിച്ചം കൊടുക്കുന്നതായി മാറും. വിശ്വസിക്കുന്നവർ അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്ത് പറയാം, ഞാൻ വെളിച്ചമായി മാറും. ദൈവനെ വെളിച്ചമാക്കിയിരിക്കുന്നതായി സ്തോത്രം. ഐ ആം എ ലൈറ്റ്, ഐ ആം എ ലൈറ്റ്. ഈ വെളിച്ചം കുറയത്തില്ല, ഈ വെളിച്ചം കത്തി ശോഭിക്കാൻ പോവുക. ഇനി ഇതുപോരാ, ഇതിനപ്പുറത്തേക്ക് എന്നെ കത്തി ശോഭിക്കുവാൻ തക്കോണം എൻ്റെ ദൈവം ഇടയാക്കും. അപ്പോൾ ദൈവം മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, തൻ്റെ സന്നിധിയിൽ നമ്മളെ വിശുദ്ധന്മാരും നിഷ്കളങ്കരും ആക്കേണ്ടതിന് വേണ്ടിയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ തിരഞ്ഞെടുക്കുക. എഫീഷ്യൻ ലേഖനത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ മക്കളായി ദത്തെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുക. അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളെ വിളിച്ചവരെ നീതീകരിച്ചുകൊണ്ട് അവരെ നമ്മുടെ വിശുദ്ധീകരിക്കുമ്പം ഒരു ഗുണമാണ്, നമ്മുടെ വാല്യൂ കുറയത്തില്ല, നമ്മുടെ വാല്യൂ കൂടും. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മുടെ വാല്യൂ കൂടും. ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ ഉപയോഗിക്കാൻ കൊണ്ടാകുന്ന പാത്രങ്ങളാക്കി ദൈവം നമ്മളെ മാറ്റും. മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, ദൈവം നമ്മളെ വിളിച്ചത് 1 പത്രോസിൻ്റെ അതിൻ്റെ 1 പത്രോസിൻ്റെ നമ്മൾ 2 പത്രോസായപ്പോൾ വായിച്ചത് 1 പത്രോസിൻ്റെ 2:9 പറയുകയാണ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ വിളിച്ചത് അനേകർ അന്ധകാരത്തിൽ കിടക്കുമ്പം പ്രകാശത്തിലേക്കല്ല, അത്ഭുത പ്രകാശത്തിലേക്കാണ് ദൈവം വിളിച്ചത്. ആ വിളിക്കാതെ എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിരാശകളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ശത്രുവിൻ്റെ പദ്ധതികൾ തകട്ടെ. അനേകർക്ക് കിട്ടാത്ത ഒരു മഹാഭാഗ്യം ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം. എൻ്റെ കുടുംബത്തിനകത്തുള്ള സഹോദരനോ സഹോദരിയോ എൻ്റെ അയൽപക്കംകാരനോ എൻ്റെ നാട്ടിലുള്ള അനേകർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യത്തിലേക്ക് എൻ്റെ ദൈവം എന്നെ നടത്തിയതിനായിട്ട് എത്ര പേർ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. എന്നെ അത്ഭുത ദൈവം പ്രകാശത്തിലേക്കല്ല വിളിച്ചത്, ദൈവം വിളിച്ചത് അത്ഭുത പ്രകാശത്തിലേക്കാണ് വിളിച്ചത്. അത്ഭുത പ്രകാശത്തിലേക്കാണ് വിളിച്ചതെങ്കിൽ ആ പ്രകാശം ഈ ദിവസങ്ങളിൽ എൻ്റെ മേൽ കത്തും. ഈ ദിവസങ്ങളിൽ പ്രകാശം വർദ്ധിച്ചു വരും. എൻ്റെ മേൽ ഇരുട്ട് ഈ ദിവസം ജയമെടുക്കുകയില്ല. ഒരു ജാതിയാക്കിയാണ്, ഒരു വക ജാതിയല്ല, ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ടാണ്. രാജകീയ പൗരോഹിത്യ പല ജാതികളും നമുക്ക് മുമ്പിൽ, പക്ഷേ ദൈവത്തിൻ്റെ ജനമായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. അവിടെ പറയുകയാണ്, നിങ്ങളെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കി ദൈവം വിളിച്ചു. അത് ഒരു ജാതിയും രാജകീയ പുരോഹിതന്മാരുമായിട്ട്. എന്ത് ജാതിയാണെന്ന് ചോദിച്ചാൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. സ്തോത്രം. നമ്മളെ വാല്യുബിളായിട്ടാണ് ദൈവം വിളിച്ചത്. ഹല്ലേലൂയ.
ഇന്ന് എത്ര കുടുംബ പശ്ചാത്തലം, പാരമ്പര്യം, എന്ത് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസമോ നമുക്ക് എന്ത് മേന്മയോ പറഞ്ഞാലും ദൈവത്തിൻ്റെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർക്കുന്ന അത്ര ശ്രേഷ്ഠത ഈ ലോകത്തിൽ എവിടെ ചെന്നാലും കിട്ടത്തില്ല. ദൈവം പറയും, ഞാൻ നിങ്ങളെ ദൈവസഭയിലുള്ളവരെ ദൈവം രാജാക്കന്മാരും രാജകീയ പൗരോഹിത്യ വംശമാക്കി, ടു ബി എ പ്രിൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രാജത്വത്തിൻ്റെ അവകാശികളായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അപ്പോൾ ഈ രാജാവിൻ്റെ വിവാഹ സദ്യയ്ക്ക് വേണ്ടി അനേകരെ ക്ഷണിക്കുവാൻ വേണ്ടി വിറ്റ്നസ്സായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. പുരോഹിതന്മാരായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. സ്വന്തം പൗരോഹിത്യം പഴയ നിയമം കൊണ്ട് തീരുകയാണ്. പുതിയ നിയമത്തിൽ ദൈവസഭയെ ദൈവം പൗരോഹിത്യത്തിലേക്കാണ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ദൈവസഭയ്ക്കകത്തുള്ളവർ പൗരോഹിത്യ ശുശ്രൂഷ അതിൽ ഒന്നായിരിക്കുന്ന എല്ലാവരുടെ മേലും ഉള്ള വിളിയെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. യു ആർ കോൾഡ് ടു ഇന്റർസീഡ് ഫോർ നേഷൻസ്. ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, വ്യക്തികൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ, അവിടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം, ഈ ലോകത്തിൽ ദൈവം നമ്മളെ വിളിച്ചത്. ഈ ലോകത്തിൻ്റെ പ്രത്യാശ ദൈവസഭയാണ്. ലോകത്തിൻ്റെ പ്രത്യാശ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമാണ്. ഇരുൾ കിടക്കുന്ന ജനത്തിൻ്റെ പ്രത്യാശ ഇന്ന് നമ്മളാണ്. ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഈ ഭൂമി അന്ധകാരത്തിലായി തീരും. യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. ഈ ഭൂമിയുടെ പ്രകാശമാണ് നമ്മൾ കത്തി ശോഭിക്കേണ്ടവരാണ്. നമ്മൾ അനേകർക്ക് നിർവാസനായി മാറുവാൻ, അനേകർക്ക് രുചിയുള്ളവരായി മാറുവാൻ, അനേകരെ ശക്തിപ്പെടുത്തുവാൻ, അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ട രാജകീയ പൗരോഹിത്യ വംശമാണ് ഞാനെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ശത്രു പലതും പറഞ്ഞേക്കാം, ചുറ്റുവട്ടമുള്ളവർ പലതും നമ്മളെ പറ്റി പറഞ്ഞേക്കാം. പക്ഷെ ദൈവവചനം എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ്. അതിനപ്പുറത്ത് ഒന്നുമില്ലെന്ന്. ഹല്ലേലൂയ. നമുക്ക് മനുഷ്യന്റെ അപ്രൂവൽ ആവശ്യമില്ല. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ അപ്രൂവലാണ്. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ ഐഡന്റിറ്റിയാ. ഈ ഭൂമിയിൽ ആരും എനിക്ക് ഐഡന്റിറ്റി തന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം എനിക്ക് ഐഡന്റിറ്റി തന്നിട്ടുണ്ട്. എന്നെ വിളിച്ചത് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ ഈ ദൈവസഭ വെറുതെ ഇരിക്കത്തില്ല. ഈ ദിവസങ്ങളിലും ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ അവർ തയ്യാറാകും. നമുക്കൊരു സിറ്റിസൺഷിപ്പ് ഉണ്ട്. കാനഡയിലല്ല, യൂറോപ്പിലെങ്ങുമല്ല. നമുക്കുള്ള സിറ്റിസൺഷിപ്പ് എവിടെയാണ്? നമുക്കെല്ലാവർക്കും ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ പൗരന്മാരാക്കിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്തോ വിളിയാത്. ആമേൻ. സ്തോത്രം. ആമേൻ. അവിടെയുള്ള വിസ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ചെന്നാൽ സ്റ്റാമ്പ് അടിച്ച് നമുക്ക് തരും. യു ആർ ദ സിറ്റിസൺ, യു ആർ ദ സിറ്റിസൺ ഓഫ് ഹെവൻ. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യോ. നമുക്ക് പല കാര്യങ്ങൾക്കും സ്തോത്രം. ഇതിനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് അധികമായി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിളി കോമണാണ്. നമുക്കെല്ലാം ഉള്ള ഒരു വിളി കോമണാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കിടപ്പുണ്ട്. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അത് ഭൂമിയിലെ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ നമ്മുടെ മേലുള്ള തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ആമേൻ. ഭൂമിയിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി നമുക്ക് പലർക്കും അറിയാം. എനിക്കും മുഴുവനായിട്ട് അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രിയ സ്റ്റീഫൻ ബോർണർ ചോദിച്ചപ്പോഴാണ് തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ പ്രിയ ദാസനോട് പറയാനിടയായി. അപ്പം പക്ഷേ ഈ സ്വർഗത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ആമേൻ. സ്തോത്രം. ഭൂമിയിൽ തിരഞ്ഞെടുക്കുന്നത് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് അവരെ എലക്ട് ചെയ്യുകയാണ്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് സ്ഥാനാർത്ഥികളെ നിർത്തത്തില്ല. ദൈവം ഏകകണ്ഠമായി ഐക്യകണ്ഠമായി ആരോടും ചോദിക്കാതെ തിരഞ്ഞെടുക്കും. ദൈവം ഓൾറെഡി നമ്മളെ ചിലതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ പ്രത്യേകമായ തിരഞ്ഞെടുപ്പുകൾ ദൈവസഭയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഈ ദിവസങ്ങളിൽ ഉറപ്പിക്കാൻ അധികമായി ശ്രമിക്കുക. ആ തിരഞ്ഞെടുപ്പ് അവിടെ 1 തെസ്സലോനിക്കർ 1:4 ഞാൻ ഒന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. 1 തെസ്സലോനിക്കർ 1:4 ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ.
അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിളിയുണ്ട് എല്ലാവർക്കും, പക്ഷെ ഒരു തിരഞ്ഞെടുപ്പ് നമുക്കുണ്ട്. നമ്മളൊരു പ്രത്യേക നിയോഗത്തോടെയാണ് ദൈവം ദൈവസഭയിലാക്കിയിരിക്കുന്നത്. അതിന് വ്യത്യാസമുണ്ട്. അവിടെ എഫീഷ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അത് വായിക്കണമെന്നില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ചിലരെ 5 വിരലുകളായിട്ടാണ് ദൈവസഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ നെടുന്തൂണാക്കി മാറ്റിയത്. അതൊന്ന്, അതിന് തംബ്നെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരാണ്, ഫിംഗർ എന്ന് പറഞ്ഞിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കാൻ പ്രവാചകനാണ്, നടുവിരലായി ദൈവം കാണിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇടയന്മാരെയാണ്. 3 ടീച്ചേഴ്സ്, ഇത് ടീച്ച് ചെയ്യുന്നവനെയാണ് കാണിക്കുന്നത്. 4 അഞ്ചാമത് കാണിച്ച ഇവാഞ്ചലിസ്റ്റ്. അപ്പോൾ 5 വിരലുകളാണ് ദൈവത്തിൻ്റെ ഓഫീസ്. അതിനകത്താണ് ദൈവം ദൈവസഭയെ പണിതെടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വിളി ഓരോരുത്തർക്കുണ്ട്, പക്ഷേ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ടീച്ചിങ് മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു പാസ്റ്ററൽ കോളിങ് ഒരാളുടെ മേലുണ്ടെങ്കിൽ അതിൻ്റേതായ സ്വഭാവങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. പാസ്റ്ററൽ കോളിങ് അല്ലെങ്കിൽ ഇടയൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വിളിയില്ലാത്ത വ്യക്തിക്ക് അത് ചെയ്യാൻ കഴിയത്തില്ല. അതൊരു ഗിഫ്റ്റ് കർത്താവ് കൊടുത്തിരിക്കും ഓരോരുത്തർക്ക്. ചിലരെ ഇവാഞ്ചലൈസ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അവർ കാണുന്നവരൊക്കെ പോയി സുവിശേഷം പറയും. ഹല്ലേലൂയ. പക്ഷെ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് നിൽക്കാൻ തയ്യാറാണോ? യു വിൽ ബിക്കം എ ഫ്രൂട്ട്ഫുൾ ബൗ. നിങ്ങളൊരു ഫ്രൂട്ട്ഫുള്ളായി തീരും, നമ്മളൊരു ഫ്രൂട്ട്ഫുള്ളായി തീരും, നമ്മൾ ഫലപ്രദമായി തീരും. മറ്റൊരാളുടെ വിളിയിൽ കയറി നിന്നാൽ നമുക്ക് പലപ്പോഴും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കഴിയത്തില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാൻ ചെറിയതായിരിക്കുന്നത്, പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ കരമിറങ്ങി നമ്മളെ ദൈവം ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഫലപ്രദമായ ഒരു വൃക്ഷമാക്കി ദൈവം നമ്മളെ മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതങ്ങളെ അർത്ഥവത്താക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവോടെയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ മേലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. എനിക്കത് അനുഗ്രഹമായിരുന്നു. ആമേൻ, സ്തോത്രം. അത് കേൾക്കുന്ന ദൈവമക്കൾക്കും ചില നമുക്ക് അനുഗ്രഹമായി തീരട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ദൈവം ചിലരുടെ മേൽ മിനിസ്ട്രികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ദൈവം ചില വ്യക്തികളുടെ മേൽ ഗിഫ്റ്റിങ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഗിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നതല്ല, ദൈവം ഇങ്ങോട്ട് തരുന്നതാണ്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ല ഗിഫ്റ്റ്. നമുക്കറിയാം, ദൈവം ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഒരാൾക്കൊരു പാട്ട് പാടാനൊരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ അല്പം സ്വല്പമൊക്കെ പാടുന്ന കൂട്ടത്തിലാണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാനും മുമ്പ് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനും പഠിക്കാൻ വന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരിരുന്ന് ഇങ്ങനെ ശാരീരികമൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പം 2-3 ദിവസം പോയപ്പോഴത്തേക്കും പഠിപ്പിച്ച സാർ പറഞ്ഞു, അതെ അപ്പോഴത്തേക്കും ആൾ പറഞ്ഞു, നിങ്ങൾക്ക് ആ ചെണ്ട അടിക്കായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. കാരണം സാ പറയുമ്പോഴത്തേക്കും പായ പറയുന്നു വിശ്വാസം. അപ്പോൾ ഒരു ഗിഫ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ മേലൊരു ഗിഫ്റ്റ്. ചിലർക്ക് ഇപ്പം പടം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് വരയ്ക്കാനുള്ള ഒരു ഗിഫ്റ്റിംഗ് ഉണ്ട്. ഹല്ലേലൂയ. ചിലർക്ക് കീബോർഡ് വായിക്കാനൊരു ഗിഫ്റ്റിംഗ് ഉണ്ട്. ഇതൊരു ഗിഫ്റ്റാണ്. നമുക്കതായി തീരാൻ കഴിയത്തില്ല. ദൈവം എൻ്റെ മേലൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ദൈവം എൻ്റെ മേൽ ചിലത് നിക്ഷേപിച്ചിട്ടുണ്ട്. അത് എന്നിൽ എന്താണെന്ന് തിരിച്ചറിയുന്നതാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ എലക്ഷൻ. ഇതാ എലക്ഷൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ എലക്ട് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അനേകർ ഈ എലക്ഷനകത്ത് നിൽക്കാതെ എലക്ട് ചെയ്യാത്ത ചിലതിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുവിൻ്റെ ഒരു പദ്ധതിയാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റിങ്ങിനകത്ത് നിൽക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് 3 തലത്തിലാണ് ഗിഫ്റ്റ് പ്രവർത്തിക്കുന്നത്. ഒന്ന് പറയാനുള്ള ഗിഫ്റ്റുണ്ട്, ഒന്ന് ചെയ്യാനുള്ള ഗിഫ്റ്റിംഗ് ഉണ്ട്, ഒന്ന് വെളിപ്പെടുത്താനുള്ള ഗിഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഏകദേശം 16 ഗിഫ്റ്റ് വരങ്ങൾ അല്ലേ, വരങ്ങൾ എടുത്ത് പറഞ്ഞു 16 വരങ്ങൾ ഏകദേശം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഗിഫ്റ്റിങ്സ് വരാം, അല്ലെങ്കിൽ ഒരുപാട് ഗിഫ്റ്റ് കർത്താവ് കൊടുക്കാം.
ഈ കർത്താവ് ഗിഫ്റ്റിങ് കൊടുക്കുന്നതിന് പിന്നിൽ അതിൻ്റെ കാരണങ്ങളുണ്ട്. അത് നമുക്കതിലേക്ക് പിന്നീട് വരാം. പക്ഷേ ഇന്ന് ഈ വചനം പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്നവരുടെ മേലുള്ള ചില ഗിഫ്റ്റിങ്ങിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയത്ത് വെളിപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി ഫലപ്രദമായി തീരുവാൻ, എൻ്റെ ഭൗതിക ജീവിതത്തിന് ഞാൻ ഫലപ്രദമായി തീരുവാൻ, എൻ്റെ ആത്മീയ ജീവിതം പണിയപ്പെടുവാൻ കർത്താവേ, എൻ്റെ മേലുള്ള വിളി എന്താണെന്നും എൻ്റെ മേലുള്ള തിരഞ്ഞെടുപ്പ് എന്താണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ എന്ന് എത്ര പേർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ഈ ദിവസങ്ങളിലും ചില ദൈവപ്രവർത്തികൾ അടഞ്ഞു കിടക്കുന്നത്, ഈ ദിവസങ്ങളിൽ വെളിപ്പെടാതെ കിടക്കുന്ന ചില മണ്ഡലങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളുടെ മേൽ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. അപ്പോൾ ഗിഫ്റ്റിങ്ങിനകത്ത് ഒരുപാട് ഹെൽപ്പുണ്ട്, കൊടുക്കുവാനുള്ള ഗിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആത്മാക്കളെ വിവേചിക്കുവാനുള്ള ഗിഫ്റ്റ് ഉണ്ട്, ചിലർക്ക് പ്രവചിക്കാനുണ്ട്, പക്ഷെ അവർക്ക് അല്ലെങ്കിൽ രോഗസൗഖ്യത്തിൻ്റെ ഗിഫ്റ്റും അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ഗിഫ്റ്റ് ഉണ്ട്. ചിലർക്ക് മറ്റുള്ളവരെ താങ്ങുവാൻ, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാൻ. ബർണബാസിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ബർണബാസ് വാസ് എ സൺ ഓഫ് എൻകറേജ്മെൻറ്റ്. മറ്റുള്ളവരെ എപ്പോഴും പ്രബോധിപ്പിക്കുവാൻ അത് ബർണബാസ് വഴിയാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നത്. പലർക്കും പൗലോസിനെ ഭയമായിരുന്നു, പക്ഷേ ഇദ്ദേഹമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നായിരുന്നു, പക്ഷേ ഇവർ പേര് മാറ്റി ബർണബാസ് എന്നാക്കി. ഹി വാസ് എ സൺ ഓഫ് എൻകറേജ്മെൻറ്റ്. അനേകരെ പ്രബോധിപ്പിക്കുവാൻ, അനേകരെ ബലപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റി. ചിലരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ നമുക്ക് വിശ്വാസമില്ലാതെയാണ് പോകുന്നതെങ്കിൽ ആ വിശ്വാസം അങ്ങോട്ട് ബലപ്പെടും. ഹല്ലേലൂയ. ചിലരുടെ അടുത്ത് പോയാൽ നല്ല വിശ്വാസമായിരിക്കും പോകുന്നത്, ഉള്ള വിശ്വാസത്തോടെ പോകും. സ്തോത്രം. അപ്പം നമ്മൾ ഈ ദിവസം അനേകരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്നവരാക്കി കർത്താവിനെ നല്ല സാക്ഷികളാക്കി മാറ്റുവാൻ. അപ്പോൾ ഇതൊരു ഗിഫ്റ്റിങ്ങാണ്. അനേക ഗിഫ്റ്റിങ്ങൾ, വിശ്വാസം എന്ന് പറയുന്നൊരു ഗിഫ്റ്റാണ്. ഹല്ലേലൂയ. ഓരോരുത്തരും പകർപ്പിക്കുന്ന വിശ്വാസം ഈ ദിവസങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ചിലരോട് മേഴ്സി, കരുണ കാണിക്കാനുള്ളൊരു ഗിഫ്റ്റുണ്ട്. ചിലർ വിശ്വാസം വരും, പക്ഷേ ഹൃദയം വളരെ കഠിനമായി പോയവരുണ്ട്. പക്ഷേ ചിലർക്കൊരു പ്രത്യേക ഗിഫ്റ്റിങ്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റിങ്ങിൽ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ദൈവം. മറ്റൊരു കോളിംഗ്, മറ്റൊരു മണ്ഡലം, ദൈവം യോസേഫിനെ ദൈവം വിളിക്കുന്നുണ്ട്. ലേവി യാക്കോബിൻ്റെ 12 മക്കൾക്ക് 12 പേർക്കും വിളിയുണ്ടായിരുന്നു. പക്ഷേ ഈ 12 പേർക്കും വിളിയുണ്ട്, പക്ഷേ ഓരോരുത്തർക്കുള്ള തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് ഈ യാക്കോബ് വടിയുടെ അഗ്രത്തിൽ ചാരി എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും മരിക്കാൻ മരണക്കിടക്കയിലിരിക്കുമ്പോൾ തൻ്റെ 12 മക്കളെയും നോക്കി പ്രവചിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള എന്ത് സംഭവിക്കുമെന്നും അവരുടെ ജീവിതത്തിൽ എന്ത് വെളിപ്പെട്ട് വരുമെന്നും എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നതും ഒരു പ്രവചന ദൂതരുടെ 12 ഗോത്രങ്ങൾക്കുള്ള ദൂത് യാക്കോബ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് യോസേഫിനെ ദൈവം ഫലപ്രദമായൊരു വൃക്ഷമായി കാണുന്നുണ്ട്. അപ്പോൾ യോസേഫിൻ്റെ മേലുള്ള വിളി, യോസേഫിനെ ദൈവം എന്തിനാണ് വിളിച്ചത്? യോസേഫിനെ വിളിച്ചത് പുരോഹിത ശുശ്രൂഷ ചെയ്യാനല്ലായിരുന്നു. യോസേഫിനെ ദൈവം വിളിച്ചത് ഒരു സമ്പന്നനായ മനുഷ്യനായി മാറ്റുവാൻ, ഒരു അതോറിറ്റിയുള്ളൊരു മനുഷ്യനായി മാറുവാൻ, ദൈവസഭയെ അല്ലെങ്കിൽ ഇസ്രായേലിനെ വരാൻ പോകുന്ന ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് യോസേഫിനെ ദൈവം വിളിച്ചത്. യോസേഫിന് കയറി ലേവിയുടെ ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല. ചിലരെ ദൈവം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൈവസഭയ്ക്ക് വേണ്ടി ചിലരെ അധികാര സ്ഥാനത്ത് ദൈവം എഴുന്നേൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ചിലയിടങ്ങളിൽ ദൈവം നമ്മളെ ആക്കി തീർക്കും. യോസേഫിനെ പറ്റി യോസേഫ് അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം എന്നെ മുന്നമേ ഇങ്ങോട്ട് ഈജിപ്തിലേക്ക് അയച്ചത് ദൈവിക പദ്ധതി, ഇസ്രായേലിനെ വരാൻ പോകുന്ന ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ഇസ്രായേലിനെ സാമ്പത്തികമായി സഹായിക്കുവാൻ. ഇസ്രായേലിനെ യോസേഫ് പറയാതെ ഈജിപ്തിൽ ഒന്നും നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ധാന്യങ്ങൾ കൂട്ടിവെച്ചുകൊണ്ട് ക്ഷാമത്തിൻ്റെ സമയമായപ്പോൾ ഒരു ദൈവം മുന്നമേ കണ്ട് യോസേഫിനെ തെരഞ്ഞെടുത്തു. യോസേഫിൻ്റെ ജീവിതത്തിൻ്റെ മേൽ യോസേഫ് മുമ്പിൽ സകല മുഴങ്കാലും മടക്കുമെന്ന് ദൈവം പറയുമ്പോൾ that was a calling and that was a election. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യോസേഫ് മുഖാന്തരം അവിടെ
ക്ഷാമത്തിൽ മരിച്ചു പെട്ടുപോകാമായിരുന്ന ഇസ്രായേലിനെ ദൈവം യോസേഫിലൂടെ ദൈവം അവരുടെ രക്ഷയെ ദൈവം ഒരുക്കി. അല്ലെങ്കിൽ നെഹമ്യാ പ്രവാചകനെ ദൈവം ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തിയത് രാജാവിൻ്റെ പാനപാത്ര വാഹകനായിട്ടായിരുന്നു, രാജാവിൻ്റെ അടുത്തയാളായിട്ടായിരുന്നു. ഹിസ് കോളിംഗ്, ദൈവം എന്തിനാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ആലയത്തിൻ്റെ ഇടിഞ്ഞു കിടന്ന മതിലുകളെ പണിയുവാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹത്തെ ഒരു സ്ഥാനത്ത്, ഉന്നത സ്ഥാനത്തിരുത്തി. സാമ്പത്തികമായി ചിലരെ ദൈവം അനുഗ്രഹിക്കും, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സമ്പത്തുണ്ടാക്കാൻ ശക്തി കൊടുക്കുന്നവൻ ദൈവമാണ്. സ്തോത്രം. അത് ദൈവസഭയ്ക്ക് വേണ്ടിയായിരിക്കും, അത് ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടിയായിരിക്കും, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായിരിക്കും. ഹല്ലേലൂയ. ചിലർക്ക് ദൈവം ഹല്ലേലൂയ ചില സ്ഥാനങ്ങൾ ദൈവം കൊണ്ടിരുത്തി. എസ്തറിനെ ദൈവം ഒരു സ്ഥാനത്ത് കൊണ്ടിരുത്തി. എസ്തറിനോട് പറഞ്ഞു, എസ്തറേ, നീ എഴുന്നേറ്റില്ലെങ്കിൽ നീ എന്നെ ഈ സ്ഥാനത്ത് ദൈവമാക്കിയിരിക്കുന്നത് ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് വേണ്ടിയല്ല, ചിലരുടെ വിടുതലിന് വേണ്ടിയാണ്, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്, ദൈവസഭയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്, ദൈവസഭയുടെ വിസ്തൃതിക്ക് വേണ്ടിയാണ്. ചിലരെ ബിസിനസ്സിൽ കൊണ്ടിരുത്തുന്നത്, കോൾഗേറ്റ് നടത്തുന്ന ഉടമസ്ഥന്റെ ജീവിതം നമുക്കറിയാം. വില്യം കോൾഗേറ്റ് സ്തോത്രം ദൈവസഭയ്ക്ക് അദ്ദേഹത്തിന് 50% കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. കോൾഗേറ്റ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. സ്തോത്രം. അതുപോലെ അത് കാരണം അദ്ദേഹം പറയുന്നത്, ദൈവം എന്നെ ഈ സ്ഥാനത്താക്കിയിരിക്കുന്നത് ദൈവസഭയുടെ വ്യാപ്തിക്ക് വേണ്ടി കൂടിയാണ്, അതുകൊണ്ട് എനിക്കൊരു നഷ്ടവും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അദ്ദേഹം വിശ്വാസിയായി തീർന്നു, പക്ഷെ മറ്റൊരു ശുശ്രൂഷ അദ്ദേഹം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന പ്രത്യേകമായ തിരഞ്ഞെടുപ്പ് എന്താണെന്ന് നമ്മൾ ഞാൻ ഒന്നുകൊണ്ട് എക്സാമ്പിൾസ് പറയുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ തിരഞ്ഞെടുപ്പിൽ കയറി നിൽക്കാൻ കഴിയത്തില്ല. അവിടെ ദൈവിക ശുശ്രൂഷയിൽ പൂർണ്ണസമയം ശുശ്രൂഷ ഉള്ളവർക്ക് ദൈവം കണ്ടിരിക്കുന്ന പൂർണ്ണസമയ ശുശ്രൂഷ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. പൂർണ്ണസമയ ശുശ്രൂഷ ഉള്ളവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അവർ കർത്താവിന് വേണ്ടി ഓടിയിരിക്കും. വെറുതെ ഇരുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. അതല്ലെങ്കിൽ പലപ്പോഴും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നപ്പോഴും അനേകർ അവിടെ ജോലിയിൽ തന്നെ ആയിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഒരുപാട് പ്രയോജനപ്പെടുന്നവരുണ്ട്. ഞാനും ആ കൂട്ടത്തിലായിരുന്നു. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ, ഹല്ലേലൂയ, ദൈവം ഒരു തീക്ഷ്ണത തരുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനം പറയാൻ എനിക്കൊരു വിളിയുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, ഇപ്പോഴല്ല മുമ്പ്. സ്തോത്രം. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു വലിയ സംസാരപ്രിയനല്ല, പക്ഷേ ദൈവവചനത്തെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാറ്റ് മീൻസ് there is a gifting upon your life. വചനം പറയാനൊരു കോളിംഗ് ഉണ്ട്. വചനം പറയാൻ നിങ്ങളുടെ മേൽ ദൈവത്തിനൊരു ഗിഫ്റ്റ് ഉണ്ട്. രോഗിയുടെ മേൽ നിങ്ങൾ കരങ്ങൾ വയ്ക്കുമ്പോൾ രോഗി സൗഖ്യമായെങ്കിൽ ദൈവത്തിനൊരു ഗിഫ്റ്റിംഗ് ഉണ്ട്. വിശ്വാസത്തിന്റെ ഫലങ്ങൾ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. ദൈവസഭയുടെ മേൽ ദൈവം ചില പ്രവാചകന്മാരെ, പ്രവചനദൂതുകൾ പറയുവാൻ, ദൈവിക ശുശ്രൂഷകൾ ഏൽപ്പിക്കുവാൻ, ആത്മാക്കളെ വിവേചിക്കുവാൻ, വരാൻ പോകുന്ന ചില വിഷയങ്ങളെ വിളിച്ചു പറയുവാൻ ചില പ്രവാചകന്മാരെ ഈ ദിവസങ്ങൾ ദൈവസഭയ്ക്ക് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന്. ചില ഗിഫ്റ്റിംഗ് ഉള്ളവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ചില രോഗസൗഖ്യങ്ങൾ കർത്താവ് പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഇൻ്റർനെറ്റിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ എടുത്തിട്ട് പ്രസംഗിക്കാം. പക്ഷേ അല്ലെങ്കിൽ പല നമുക്ക് ഇൻഫർമേഷൻ എടുത്ത് പ്രസംഗിക്കാം. പക്ഷേ കേൾക്കുന്നവരുടെ ജീവിതത്തിന് അത് നിത്യതയിൽ അവകാശിയായി തീരുവാൻ, അവർക്ക് വിടുതലായി തീരുവാൻ, അവർ ദൈവമക്കളായി ഈ ദിവസങ്ങളിൽ അവരെ പണിതെടുക്കുവാൻ, ഉപകരിക്കുവാൻ ആയി തീരുവാൻ അത്ര എളുപ്പമല്ല. സ്തോത്രം. ഈ പ്രസംഗിക്കുമ്പോഴും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
സ്തോത്രം. ഒരു വാക്ക് വായിൽ നിന്ന് വരണമെങ്കിൽ, ദൈവമക്കൾക്ക് വിടുതലായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ഗിഫ്റ്റിങ്, ദൈവത്തിൻ്റെ കോളിംഗ് ഇല്ലാതെ ഒരു മനുഷ്യനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിൽ എൻ്റെ മേലുള്ള ഗിഫ്റ്റിംഗ് എന്താണെന്ന് പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തണമേ എന്ന് ആമേൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ആമേൻ. യോസേഫിൻ്റെ മേലുള്ള കോളിംഗ് യോസേഫിന് വ്യക്തമായി അറിയാമായിരുന്നു. യോസേഫിൻ്റെ കോളിംഗ് അറിഞ്ഞ യോസേഫ് ജീവിതത്തിൽ ആ ഗിഫ്റ്റിങ്ങിന് വേണ്ടി, ആമേൻ, ആ കോളിങ്ങിന് വേണ്ടി യോസേഫ് നിൽക്കുവാൻ തയ്യാറായി. ചിലരെ ദൈവം ഇപ്പം ഞാൻ അല്ലെങ്കിൽ വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നവരെക്കാളും കൂടുതൽ ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ടവരെന്ന് പറയുന്നത് പാട്ടുകൾ എഴുതിയ അനേകരുണ്ട്. അല്ലെങ്കിൽ അവർ പോയി പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും പരിപാടിക്ക് പോയാൽ നടക്കത്തില്ല. ഫാനി ക്രോസ്ബി എന്ന് കണ്ണ് കാണാൻ കഴിയാത്ത ഒരു മാന്യ വനിത, അവർ എഴുതിയ ആയിരക്കണക്കിന് പാട്ടുകളുണ്ടെന്ന് അതിൽ ഇന്ന് നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് മുഖാന്തരം കോടികൾ, മില്യൺസ് ഓഫ് പീപ്പിൾ വർ സേവ്ഡ്. ഇന്നും വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഷീ ഹാഡ് എ ടാലന്റ്. അവർക്കൊരു കോളിംഗ് ഉണ്ടായിരുന്നു. അവരുടെ കോളിംഗ് അതായത് കണ്ണ് ദൈവം കാണാതിരുന്നതിന് കാരണം ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോസേഫിന്റെ മേൽ യോസേഫ് ആമേൻ കടന്നുപോയ അനുഭവങ്ങൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. യോസേഫിന്റെ മേലുള്ള ദൈവിക പദ്ധതിയെ പൂർത്തീകരിക്കുവാൻ ചില കഷ്ടങ്ങളിലൂടെ ദൈവം യോസേഫിനെ നടത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചിലർക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ അനേക സ്ത്രീകളെ ദൈവം കർത്താവ് അസൂസ സ്ട്രീറ്റിൻ്റെ പിന്നിൽ, ഉണർവിൻ്റെ പിന്നിൽ നമുക്കറിയാം അനേക സ്ത്രീകൾ അതിൻ്റെ പിന്നിൽ വർഷങ്ങളോളം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം അതിന് തക്കതായ പ്രതിഫലം ദൈവം കൊടുത്തിരിക്കും. ചിലർക്ക് ബുക്ക് എഴുതാനാണ്. ആമേൻ. നമുക്കറിയാം ഡയറക്ട് പ്രിൻസ് എന്നൊക്കെ പറഞ്ഞ് അനേകർ ബുക്കുകൾ എഴുതിയിട്ട് ഇന്നും ജീവിതങ്ങൾക്ക് വിടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു പബ്ലിക് ഫിഗർ ആകണമെന്നോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തക്കവണ്ണമല്ല ദൈവം എൻ്റെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന ചില വരങ്ങളുണ്ട്. ചിലത് കർത്താവ് ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗിഫ്റ്റിങ്ങിനെ ഈ ദിവസങ്ങൾ വർദ്ധിപ്പിക്കണം. ആ ഗിഫ്റ്റിംഗ് എന്താണെന്ന് തിരിച്ചറിയണം. എത്ര പേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? സ്തോത്രം, സ്തോത്രം. വി വാണ്ട് ടു ബി യൂസ്ഫുൾ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഐ വാണ്ട് ടു ബി യൂസ്ഫുൾ ഫോർ ദ ചേർച്ച് ഓഫ് ഗോഡ്. എനിക്ക് അല്പം ആയുസ്സേ ഉള്ളൂ. എത്ര നാൾ ഭൂമിയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഉള്ള സമയത്ത് കർത്താവെ അങ്ങേക്ക് വേണ്ടി ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുവാൻ, എൻ്റെ ജീവിതം അർത്ഥവത്തായി തീരുവാൻ, ഒരു ആത്മസന്തോഷം ഞാൻ അനുഭവിക്കുവാൻ, ആമേൻ, ഐ വാണ്ട് ടു ബി സാറ്റിസ്ഫൈഡ് ദാറ്റ് ഐ ഡിഡ് വാട്ട് ഗോഡ് ടോൾഡ് മീ ടു. ദൈവം നമ്മളെ ഏൽപ്പിച്ചത് ചെയ്തെടുക്കുവാൻ. ഹല്ലേലൂയ. ചിലരെ ദൈവം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവസഭയെ കൺവെൻഷനുകൾ ഓർഗനൈസ് ചെയ്യുവാൻ ചില ഓർഫനേജുകൾ നടത്തിയവരുണ്ട്. ബൈബിൾ സ്കൂളുകളെ ചിലരെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ഈ ദിവസങ്ങളിലും ചിലർ സ്ട്രീറ്റ് പ്രീച്ചിങ്ങിന് വേണ്ടി വിളിച്ചവരുണ്ട്. നമുക്ക് പോയി ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എനിക്കറിയില്ല. പക്ഷേ ചെയ്യാൻ കഴിയും, പോയാൽ മതി. പക്ഷേ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗോ. ചിലരെ എങ്ങും വചനം എത്താത്ത മണ്ഡലങ്ങളിൽ, ആമേൻ, അവിടെ പോയി ചൈന പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഇവാഞ്ചലൈസ് ചെയ്യുവാൻ ചിലരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലരെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വിളിച്ചു. അവിടെ ജോൺ വൈക്ലിഫ്, വില്യം ടിൻഡേൽ, കിങ് ജെയിംസ്, അദ്ദേഹത്തേക്ക് ദൈവം കരങ്ങളിൽ എടുത്തു. ആമേൻ. ഇന്നിരിക്കുന്ന കരങ്ങളിലിരിക്കുന്ന ആ ബൈബിള് ഇവരിലൂടെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇന്നും അനുഗ്രഹമല്ല. അപ്പം നോക്കുക, സ്തോത്രം, കൊടുത്ത ഗിഫ്റ്റിങ്ങിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞത് തലമുറകൾക്ക് അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. അനേകർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവരെ വെളിച്ചങ്ങളായി മാറ്റി. ഹല്ലേലൂയ. നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്നതോ നമ്മളെ ത്രസിപ്പിക്കുന്നതോ നമ്മുടെ ജഡത്തിന് എന്തെങ്കിലും സുഖം തരുന്നതോ അല്ല ദൈവത്തിൻ്റെ കോളിംഗ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദ സ്പിരിറ്റ് ദാറ്റ് വാട്ട് ഈസ് ദ ഹോളി സ്പിരിറ്റ് ആസ്കിങ് യു ടു ഡു. എന്നിലൂടെ ദൈവം എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? ചെറുതാണെങ്കിലും, പുറമേ ഉള്ളവർക്ക് ചെറുതാണെന്ന് തോന്നിയാലും, വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്, ദൈവം അതിനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങും. ദൈവം തന്നിരിക്കുന്ന ഒരു താലന്താണെങ്കിൽ ഒന്നിനെ ഈ ദിവസങ്ങൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുക. അടുത്ത താലന്ത് ദൈവം കരങ്ങളിലേക്ക് തരുവാൻ തക്കമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഇലക്ഷൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇലക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 3:13-15 വാക്യങ്ങൾ. ഹല്ലേലൂയ. ഞാൻ പറയുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 3.
കർത്താവ് എങ്ങനെയാണ് എലക്ട് ചെയ്തത്? അപ്പോൾ തന്നോടുകൂടെ ഇരിപ്പാനും, കിട്ടിയവർക്ക് ആർക്ക് വേണമെങ്കിൽ വായിക്കാം സ്വന്തം. തന്നോടുകൂടെ ഇരിപ്പാനും, മാർക്കോസിന്റെ സുവിശേഷമാണ് 3:13-15. മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരവും ഉണ്ടാകുവാനും 12 നിയമിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നോടുകൂടി ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും, പിന്നെ അവൻ മലയിൽ കയറി അവർക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തെന്നാണ് ഇരിക്കുന്നത്. അല്ല, കർത്താവ് തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു. സ്തോത്രം. നമുക്ക് ബോധിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിന് ബോധിക്കണം. സ്തോത്രം. മനസ്സിലാകുന്ന അത്ര സ്തോത്രം. അവന് ബോധിച്ചവരാണ് തിരഞ്ഞെടുക്കും. മോശയോട് ദൈവം പറഞ്ഞു, എനിക്ക് സ്തോത്രം, എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ തിരഞ്ഞെടുക്കും. ആമേൻ. അപ്പോൾ ദൈവത്തിന് ബോധിച്ചവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ഒരു കഴിഞ്ഞ നാളുകൾ വിളിയുണ്ടായിരുന്നു, പക്ഷെ ഈ നാളുകൾ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. പക്ഷെ തെരഞ്ഞെടുക്കുന്ന ദൈവത്തിന്റെ ഘരങ്ങളിൽ ബോധിക്കുന്നവരായി തീരുവാൻ എത്ര പേർ ഇന്ന് മകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും? ഹല്ലേലൂയ. വിളിയുണ്ട്, തെരഞ്ഞെടുപ്പ് വെളിപ്പെട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് വെളിപ്പെടണം ആരെങ്കിലും. സ്തോത്രം. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ തെരഞ്ഞെടുപ്പ് വെളിപ്പെടണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാണ്. കർത്താവേ, ആമേ, ഒരു വർഷം യേശു ക്രിസ്തുവിൻ്റെ തെരഞ്ഞെടുപ്പ് 3 വർഷം മാത്രമേ യേശു ശുശ്രൂഷിച്ചു. നമ്മൾ മുമ്പും പറഞ്ഞ കാര്യമാണ്. പക്ഷേ ആ വിളിയെയും തെരഞ്ഞെടുപ്പേയും വ്യക്തമായി തിരിച്ചറിഞ്ഞ് യേശു തന്നെ സമർപ്പിച്ചുകൊണ്ട് മറ്റൊന്നിനും പോകാതെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തെ വിശ്വസതയോടെ ചെയ്യാൻ തയ്യാറായപ്പോൾ മാനവരാശിയുടെ മുഴുവൻ രക്ഷയും അവനിലൂടെ ദൈവം ചെയ്തെടുക്കുവാനിടയായി. ഹല്ലേലൂയ. ബോധിച്ചവരെയാണ് അടുക്കൽ വിളിക്കും കർത്താവ്. അപ്പോൾ അതിൻ്റെ സാരാംശം, അതിൻ്റെ അല്ലെങ്കിൽ കാതലായ കാര്യമെന്ന് പറഞ്ഞാൽ, many are called but few are chosen. അനേകരെ ദൈവം വിളിച്ചിട്ടുണ്ട്. ആ 1000ങ്ങളിൽ നിന്നും 12 പേരെ യേശു തെരഞ്ഞെടുത്തു. യൂദാസ് ഉൾപ്പെടെ തെരഞ്ഞെടുത്തു. യൂദാസിനെ അബദ്ധവശാൽ തെരഞ്ഞെടുത്തതല്ല. യൂദാസ് പ്രവചന ദൂതിന്റെ വെളിപ്പാടാ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്ന പ്രവചനത്തിന്റെ അക്ഷരാർത്ഥത്തിൽ അതിന്റെ പരിവർത്തനം, അതിന്റെ പൂർത്തീകരണം യേശു സ്തോത്രം ചെയ്യുവാനിടയായി. അപ്പോൾ ദൈവവചനത്തിന് എന്തെല്ലാം ദൂതുണ്ടോ, ദൈവവചനത്തിന് നിങ്ങളെയും എന്നെ പറ്റിയും എന്തെല്ലാം മുൻ നിയമങ്ങളുണ്ടോ, എന്തെല്ലാം തെരഞ്ഞെടുപ്പുണ്ടോ, ആ തെരഞ്ഞെടുപ്പിനെ ഈ ദിവസങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. അപ്പൊ തന്നോടുകൂടെ ഇരിപ്പാനാണ് അവരെ വിളിച്ചത്, പ്രസംഗിക്കേണ്ടതിനാണ് അവരെ വിളിച്ചത്. അവരെ തെരഞ്ഞെടുത്തത് ഭൂതങ്ങളെ പുറത്താക്കുവാനാണ്. 12 പേരെ തെരഞ്ഞെടുത്തത്. ആമേൻ. അപ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് പി 3 P ഉണ്ട്. എങ്ങുമല്ല, എനിക്ക് എൻ്റെ പുള്ളി ഞാനത് കേട്ടപ്പോൾ ഇങ്ങനെ തോന്നി. 3 P ഉണ്ട്, 4 P ഉണ്ട്, സോറി. മാർക്കറ്റിംഗ് 3 P ഉണ്ടെന്ന് നമുക്ക് പലർക്കും അറിയാം, മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളവർക്ക്. ഒന്ന് പ്രോഡക്റ്റ്, പ്ലേസ്. മാർക്കറ്റിംഗ് പഠിപ്പിക്കാനല്ല, പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൈസ്. ഇത് 3 ഒത്താലേ പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിംഗ് വിജയിക്കുള്ളൂ. പ്രോഡക്റ്റ്, നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് ഇറക്കണം. ഹല്ലേലൂയ. അത് കറക്റ്റ് സ്ഥലത്ത് അത് ചെയ്യണം, അല്ലേ? അതിൻ്റെ പ്രൈസിങ്ങും കറക്റ്റ് ആണെങ്കിൽ ഇത് സക്സസ് ആയി തീരും. ഹല്ലേലൂയ. അപ്പോൾ മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, അവിടെയൊക്കെ 3 Pകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിനകത്ത് 5 P ഉണ്ട്. അല്ല, അതെ, 4 P ആണ് നമ്മൾ കാണുന്നത്. ഒന്ന്, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടി, ഫോർ എ പീരീഡ് ഓഫ് ടൈം, ഒരു പ്രത്യേക സമയപരിധിക്കാണ്. ആ സമയപരിധികൾക്കുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് നമ്മൾ പോകണം. തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ശക്തന്മാരും ഭക്തന്മാരും എഴുന്നേറ്റ ഒരു കാലഘട്ടത്തിന് വേണ്ടിയായിരുന്നു, ഒരു സീസണ് വേണ്ടിയായിരുന്നു. ആ സീസണിൽ ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു. അവരുടെ പരിപാടി അവർ തീർത്തിട്ട് അവർ പോയി. അടുത്ത തലമുറ എഴുന്നേറ്റ് വന്നു. സ്തോത്രം. യു ആർ കോൾഡ് ഫോർ എ സീസൺ.
യു ആർ കോൾഡ് ഫോർ എ പീരീഡ്. ആ പീരീഡ് തിരിച്ചറിഞ്ഞ ഈ സമയത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തെന്ന് എസ്തറിനോട് ദൈവം പറയുമ്പോൾ, എഴുന്നേറ്റില്ലെങ്കിൽ മറ്റൊരുവനെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നും എസ്തറിനോട് പറയുമ്പോൾ, ഇന്ന് പകല് എത്ര പേർ ഏൽപ്പിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് ഹൃദയം ഒന്ന് സമർപ്പിച്ചിട്ട് പറയും, കർത്താവേ, എന്റെ വിളിയും എന്റെ തിരഞ്ഞെടുപ്പും എനിക്ക് വ്യക്തമായ ഈ ദിവസങ്ങളിൽ നിന്ന് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഒരു സമയത്തിന് വേണ്ടി, ഒരു സ്ഥലത്തിന് വേണ്ടി, ഫോർ എ പ്ലേസ്. സെക്കൻഡ് പി, രണ്ടാമതൊരു പ്ലേസിന് വേണ്ടിയാണ്. യേശു ക്രിസ്തുവിനെ നസ്രത്ത് ഗലീലിയ പട്ടണത്തിൻ്റെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്ഥലമെങ്കിൽ ചിലരെ പ്രത്യേക രാജ്യങ്ങളിലാക്കി ദൈവം മാറ്റും. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നമ്മൾ ജനിച്ചു പോയല്ലോ, ഇന്ന കുടുംബത്തിലായി പോയല്ലോ എന്നൊന്നും ഓർക്കരുത്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ഇന്ന സ്ഥലത്ത് ജനിക്കാൻ ഇടയാക്കിയത്, എന്നെ ഇന്ന സ്ഥലത്ത് ജീവിക്കാൻ ഇടയാക്കിയത്, ഇന്ന സ്ഥലത്ത് എനിക്ക് അനുഭവങ്ങൾ തന്നതിൻ്റെ പിന്നിൽ there was a plan and purpose of God for a place. നമ്മളായിരിക്കുന്ന സ്ഥലത്തെ ഓർത്ത് ദൈവത്തെ എത്ര സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അമേരിക്ക ജനിക്കേണ്ടവനല്ല, ഞാൻ ഇവിടെ തന്നെ ജനിക്കേണ്ടവനാണ്. ഞാൻ അമേരിക്ക പോകേണ്ടവനല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കേണ്ടവനാണ്. ഞാൻ അങ്ങനെയൊക്കെ ഓർത്ത് കരയാറുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, സ്തോത്രം, കർത്താവ് അവിടെ പോകാൻ ഉദ്ദേശിച്ചു. ഞാൻ പല പ്രാവശ്യം പോകാൻ നോക്കി, പക്ഷേ പോകാൻ പറ്റിയില്ല. സ്തോത്രം. അപ്പോൾ നമുക്കൊക്കെ അങ്ങനെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്. ഹല്ലേലൂയ. നിരാശ യേശുവിൻ്റെ നാമത്തിൽ കൊണ്ട് മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു പർപ്പസിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. മൂന്നാമത്തെ അപ്പോൾ ഒന്നാമത്തെ പീരീഡ്, രണ്ട് പ്ലേസ്, തേർഡ് ഈസ് പർപ്പസ്. ആ പർപ്പസ് നമ്മൾ പറഞ്ഞത്. നാലാമത്തെ പി ആണ് പീപ്പിൾ. പ്രത്യേക കൂട്ടത്തിന് വേണ്ടി, പ്രത്യേക ജനതയ്ക്ക് വേണ്ടിയാണ് ആമേൻ ദൈവം നമ്മളെ വിളിച്ചത്. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ യു ഹാവ് ടു ഗോ ത്രൂ ദ പ്രോസസ്. അപ്പോൾ നാലാമത്തെ പ്രീ, യു ഹാവ് ടു ഗോ ത്രൂ ദ ഒരു പ്രോസസ്സുണ്ട്. ഒരു പ്രോഡക്റ്റ് പുറത്ത് വരുന്നതിൻ്റെ പ്രോസസ്സിൽ കൂടെ പോയാലേ പ്രോഡക്റ്റ് നല്ലതായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ആ പ്രോഡക്റ്റ് തീരുന്നതിന് മുമ്പ് പുറത്ത് വന്നാൽ പ്രയോജനമില്ല. യു ആർ ഗോയിങ് ത്രൂ എ പ്രോസസ്. അതിനായിട്ട് എത്ര പേർ ദൈവത്തെ സ്വന്തം ചെയ്യും? ഞാൻ ചില ദൈവിക പദ്ധതിക്കുള്ളിൽ ഞാൻ ഞെരിഞ്ഞമർന്ന് തീരത്തില്ല. ചില കഷ്ടതകളും ദുഃഖങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില വേദനകളും ചില ഞെരുങ്ങുന്ന അനുഭവങ്ങളൊക്കെ എന്നെ ദൈവം ഈ ദിവസങ്ങൾ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ദിവസങ്ങൾ പുറത്തു വരും. എൻ്റെ മേലുള്ള വിളി, എൻ്റെ മേലുള്ള തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ശത്രു ജയമെടുക്കത്തില്ല. ഈ ദിവസങ്ങളിൽ എത്ര ശത്രു അതിൽ തന്നെ മാറ്റാൻ നോക്കിയാലും ഞാൻ ഈ ദിവസങ്ങളിൽ അതിന്റെ മേൽ ക്ഷേമെടുക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ അവസ്ഥ എന്താണെങ്കിലും ദൈവങ്ങളെ ഏൽപ്പിച്ചിട്ട് കാലങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. ആമേൻ. നമ്മൾ ആ പ്രോസസ്സിൽ കൂടെ പോയാലേ പറ്റത്തുള്ളൂ. ആമേൻ. യോസേഫിനെ പറ്റി നമ്മൾ പറഞ്ഞു. യോസേഫിന് 4 പി ആണോ 5 പി ആണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്ന് പിയെ പറ്റി കൂടുതൽ പറയുന്നുണ്ടല്ലേ. സ്തോത്രം. യോസേഫ് 5 പി കൂടെ പോയത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഓർക്കാം. യോസേഫ് ആദ്യം പോയ പി പിറ്റായിരുന്നു, പൊട്ടക്കിണറ്റിൽ പോയി. ഹല്ലേലൂയ. രണ്ടാമത്തെ പി ആയിരുന്നു പോത്തിഫറിന്റെ ഭവനം. ഹല്ലേലൂയ. അവിടെ നിന്ദിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഹി വാസ് ഗോയിങ് ത്രൂ എ പ്രോസസ്. യു ആർ ഗോയിങ് ത്രൂ എ പ്രോസസ്. ഒരു ഗിഫ്റ്റിങ് കിടപ്പുണ്ട്, അതിനെ തകർക്കാനല്ല, അതിനെ ഒന്ന് ശോധന ചെയ്യുക. ദൈവം നിന്നെ ഉയർത്താൻ കൊള്ളാകുന്ന, നിന്നെ ഒരു മറ്റൊരു പി ആക്കി മാറ്റാൻ കഴിയുന്നവനാണോ? നിന്നെ ഒരു പ്രിൻസ് ആക്കി മാറ്റാൻ കഴിയുന്നവനാണോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിറ്റിൽ നിന്ന് പൊത്തിഫോറിന്റെ ഭവനത്തിൽ വരുമ്പോൾ യോസേഫ് പോലത്തെ കാര്യങ്ങളൊക്കെ തീർന്നു. ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനാണ്, പക്ഷെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. യോസേഫ് പിന്നെ കിടക്കുന്ന അടുത്ത പീക്കാത്ത അവിടെ പ്രിസൺ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല അനുഭവങ്ങളിലൂടെ പോകും കേട്ടോ. ചിലപ്പോൾ ജയിലിൽ കിടക്കുന്ന അനുഭവങ്ങളും പിടിക്കപ്പെട്ട അനുഭവങ്ങളും ചിലപ്പോൾ അനങ്ങാൻ മേലായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരും. പക്ഷെ തിരിച്ചു പറഞ്ഞാൽ യു ആർ ഗോയിങ് ത്രൂ എ പ്രോസസ്. ദൈവം ചില ശോധനകൾ കൊണ്ടുകൊണ്ടിരിക്കുക. ദൈവം ചില ശുദ്ധീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ചില ശോധനകൾ ഇവനെ രാജസ്ഥാനത്ത് ഇരുത്തുന്നതിന് മുമ്പ് ഇവനെ ഞാൻ അടുത്ത പി ആക്കി മിസ്രൈമിന്റെ പ്രിൻസ് ആക്കി മാറ്റുന്നതിന് മുമ്പ് ഇവൻ അവിടെ ഇരുത്താൻ കഴിയുന്നവനാണോ? ഇവന് കൊടുക്കാൻ കഴിയുന്ന, ഞാൻ ഇരുത്താൻ പോകുന്നിടത്ത് ഇവൻ ഇരിക്കാൻ തക്കവണ്ണം ഇടയാകുവാൻ അവന് വേണ്ടുന്ന ക്വാളിറ്റീസിനെ ദൈവം കൊടുത്തത് ഈ അനുഭവങ്ങൾ കൂടിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ആ പ്രോസസ്സിനോട് ദൈവത്തെ സ്തോത്രം ചെയ്യും. താങ്ക് യു ഫോർ ദ പ്രോസസ് ലോർഡ്. ഞാൻ പോകുന്ന അനുഭവത്തിനായി ഗ്ലോറിഫൈ ഹിം. ഇന്ന് കുറ്റം പറയാ ദൈവത്തെ സ്തോത്രം ചെയ്യും. കമോൺ, 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 കമോൺ.
Come on, praise God. Thank you Lord. ഞാൻ പോകുന്ന എൻ്റെ അനുഭവങ്ങൾക്കായി സ്തോത്രം. ഞാൻ കടന്നു പോകുന്ന തീയുടെ അനുഭവങ്ങൾക്കായി സ്തോത്രം. ഞാൻ ഞെരിയുന്ന അനുഭവങ്ങൾക്കായി സ്തോത്രം. ഞാൻ വേദനിക്കുന്ന അനുഭവങ്ങൾക്കായി സ്തോത്രം. അതിനകത്ത് നിന്ന് എന്നെ ഒരു പൊന്നു പോലെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പോൾ പ്രിസണിൽ കടന്ന യോസേഫിനെ അടുത്ത ഫീലാക്കി. ആമേൻ. He reached the palace. അവനെ പിറ്റിൽ നിന്നും പൊത്തിഫോറിന്റെ ഭവനത്തിൽ നിന്നും പ്രിസണിൽ കൊണ്ടുപോയിട്ട് അവനെ പാലസിൽ കൊണ്ടുപോയി വരുത്തി. ഹല്ലേലൂയ. പാലസിൽ ഇരുത്തിയവനെ പ്രിൻസ് ആക്കി ദൈവം മാറ്റി. സ്തോത്രം. ഗിഫ്റ്റ് ആൻഡ് കോളിംഗ്. ആമേൻ. കൂട്ടിലുള്ള സഹോദരന്മാർക്ക് അസൂയ തോന്നി. പക്ഷെ അസൂയപ്പെട്ട് കാര്യമില്ല. ഇത് കോളിങ്ങാ. ഇത് ഒരുവൻ്റെ മേലുള്ള ഗിഫ്റ്റാ. ലേവിയെ, അങ്ങയുടെ ആമേൻ ജീവിതത്തിലുള്ള ഗിഫ്റ്റിംഗ് ഇതല്ല. നിങ്ങളുടെ ഗിഫ്റ്റിംഗ് പ്രീസ്റ്റ് ആകാനുള്ള ഗിഫ്റ്റാ. യൂദായെ, നിന്റെ മേലുള്ള ഗിഫ്റ്റിംഗ് ആമേൻ ജനത്തെ വാറിൽ ആമേൻ യുദ്ധത്തിൽ നിന്ന് നയിക്കാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് യോസേഫിന്റെ കസേരയിലിരിക്കാൻ കഴിയത്തില്ല. ദൈവം യോസേഫിനെ കസേരയിലിരുത്താൻ തീരുമാനിച്ചെങ്കിൽ നീ അതുകൊണ്ട് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. അസൂയപ്പെട്ട് കാര്യമില്ല. സ്തോത്രം എന്ന് ആമേൻ ദൈവം. അതാണ് ആമേൻ സഹോദരന്മാർ തകർക്കാൻ ശ്രമിച്ചപ്പോഴും അതിൻ്റെ മധ്യേ ഇരുത്തേണ്ട മണ്ഡലങ്ങൾ ദൈവം കൊണ്ടിരുത്തുവാൻ തയ്യാറായി. ആമേൻ. അപ്പോൾ ദൈവം ഒരുവൻ്റെ മേൽ ആമേൻ ചിലത് വിളിക്കുമ്പോൾ അതിനൊരു കോസ്റ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വിളിയുണ്ട്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷെ അതിനൊരു വില കൊടുക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? വില കൊടുക്കാൻ തയ്യാറാകുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാണ്, കർത്താവേ, ഞാൻ കൊടുക്കേണ്ട വില ഇന്നും ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുക്കേണ്ട വില കൊടുത്തിട്ടില്ലെങ്കിൽ യുവർ ഗിഫ്റ്റിംഗ് വിൽ നോട്ട് ബി റിവീൽ. ഹല്ലേലൂയ. നമ്മൾ ചിലത് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. ദാവീദ് പറയുകയാണ്, ഞാൻ ചെലവില്ലാതെ ഒന്നിനും ദൈവത്തിന് കൊടുക്കത്തില്ല. ദാവീദ് പുൽമേട്ടിൽ കിടക്കുമ്പോഴും ആമേൻ അനേകർ ദാവീദിനെ തള്ളിക്കളയുമ്പോഴും ദാവീദ് ഒരു വില കൊടുക്കുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായി. ദാവീദിന് കൊടുത്ത ഒരു കൃപയായിരുന്നു സങ്കീർത്തനങ്ങൾ എഴുതുക. പുൽമേട്ടിലാണ് കിടക്കുന്നെങ്കിലും അദ്ദേഹം സങ്കീർത്തനം എഴുതും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവനെ നടത്തുന്നു. ആമേൻ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷേ ഇന്നും 2025 കോട്ടയം പട്ടണത്തിനകത്ത് സിറ്റി ഹാളിനകത്തിരുന്ന് ദൈവജനം സങ്കീർത്തനം 23 പറയുമ്പോൾ ആമേൻ നോക്കുക, കൊടുത്ത ഗിഫ്റ്റിങ് ആമേൻ പുൽമേട്ടിൽ കടന്നാണെങ്കിലും അതിനെ ഉപയോഗിക്കാൻ തയ്യാറായപ്പം ഇന്ന് എനിക്കും നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി മാറിയെങ്കിൽ, ലുക്ക് അറ്റ് ദ ഗിഫ്റ്റിംഗ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ലോകമെങ്ങും ആരും പ്രസിദ്ധമായില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും ആമേൻ കൊടുത്ത കൃപ ഈ ദിവസങ്ങൾ വിനിയോഗിക്കാൻ തയ്യാറാകുക. അതിനെ കർത്താവ് വർദ്ധിപ്പിക്കാനിടയാകും. ആമേൻ. അതെ, കർത്താവായ യേശുക്രിസ്തു വലിയ വില കൊടുത്തിരുന്നു. ആമേൻ. പല ശക്തമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെട്ട അനേകരെ എന്തുകൊണ്ട് ദൈവം വിളിച്ചെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മളെയൊക്കെ വിളിക്കാൻ മേലായിരുന്നോ? നമ്മളൊക്കെ എന്നെ കൊള്ളാവുന്നവരാണോ? ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഈ നിൽക്കുന്ന മനുഷ്യൻ എന്നെ ഇദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയും പേഴ്സണാലിറ്റിയൊക്കെ നോക്കിയാൽ അവനേക്കാളും ഞാൻ ശ്രേഷ്ഠനാണ് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഹി ഗേവ് എ കോസ്റ്റ്. അവരൊരു വില കൊടുത്തു. അത് നമുക്കറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പൗലോസ് കൊടുത്ത വില എന്താണെന്ന് ദൈവത്തിനറിയാം, നമുക്കറിയാം. പക്ഷെ അനേകരെ ദൈവം ആമേൻ ഈ ദിവസങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് കൊടുത്ത വില എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ സുഖമായിട്ട് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാമായിരുന്നു, വേണമെങ്കിൽ ഭൂമിയിലേക്ക് വേണമെങ്കിൽ വരാമായിരുന്നു. പക്ഷേ ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തവും കൊടുക്കുവാൻ ഒരു വില കൊടുത്തുവെങ്കിൽ, നമുക്ക് വേണ്ടി കർത്താവ് സ്വന്തം ജീവനെ കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ ആ രക്തം കർത്താവ് വാർന്ന് സ്വന്തം ശരീരം മറ്റൊരുവൻ്റെ ശരീരം കൊടുക്കാമായിരുന്നു. പക്ഷെ സ്വന്തം ശരീരം കൊടുക്കുവാൻ തക്കവണ്ണം he gave a cause for us. അതുകൊണ്ട് ദൈവം അവനെ സകലത്തിനേക്കാളും ഉയർത്തി സകല നാമങ്ങൾക്കും മേലെ യേശുവിനെ ഇരുത്തി. because he gave a cost. he gave a cost. ഹല്ലേലൂയ. സ്തോത്രം. രാജാതി രാജാവല്ല, ദൈവത്തിൻ്റെ പുത്രൻ
ആമേൻ, കേവലം ആമേൻ പാപികളായിരിക്കുന്ന ആമേൻ സ്തോത്രം ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആമേൻ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. നമുക്കറിയാവുന്നവർക്ക് സ്തോത്രം അറിയാം, അത് അത്ര എളുപ്പമല്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് വിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സ്ലമ്മിൽ പോകുവാൻ അവിടെ പോയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ കർത്താവേ, ഞാൻ എവിടെ ഇരുന്ന വ്യക്തിയാണ്, ഞാൻ എൻ്റെ കുടുംബത്തിലിരുന്ന് നല്ല ആമേൻ പണവും നല്ല സ്തോത്രമൊക്കെ ഉള്ള വ്യക്തി, അപ്പോൾ ഇവരുമൊക്കെ ആയിട്ടാണ് ഞാൻ ഇടപെടുന്ന മനസ്സ് ചിന്തിക്കാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം എല്ലാവരും ഒരുപോലെ വിളിച്ചത്. പക്ഷേ യേശു ക്രിസ്തു ചെയ്ത് നോക്കിയാൽ അതിനേക്കാളും അപ്പുറത്താണ്. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വലിയ കോസ്റ്റ് കർത്താവ് കൊടുത്തു. ആമേൻ. ദാറ്റ് വാസ് ദ കോളിംഗ് അപ്പോൺ ജീസസ്. ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുൾ എന്നെ പറ്റി എഴുതിയിരിക്കുന്നത് പോലെ. ആമേൻ. പത്രോസ് പറഞ്ഞു, ഞാൻ മുഴുവൻ കൊടുത്തു, സ്തോത്രം, പടക് കൊടുത്തു, വല കൊടുത്തു, എനിക്ക് എന്തോന്ന് കിട്ടുമെന്നൊക്കെ പത്രോസ് യോജിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തെ ചീഫ് അപ്പോസ്റ്റലാക്കി. യേശു ക്രിസ്തു കഴിഞ്ഞ് കോണസ്റ്റോൺ കഴിഞ്ഞാൽ പിന്നെ പത്രോസിനെ അടുത്ത കല്ലാക്കി. പത്രോസ് മൂലക്കല്ലല്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റാ. മൂലക്കല്ല് യേശുവാ. യേശുവാകുന്ന മൂലക്കല്ലിൽ വെക്കപ്പെട്ട പെട്രായ പത്രോസ് ഒരു കൽക്കഷ്ണമാണ്. പത്രോസ് ആദ്യത്തെ കൽക്കഷ്ണമാണ്. പെന്തക്കോസ്ത് ദിനത്തിൽ എഴുന്നേറ്റ് പ്രസംഗിക്കുവാൻ ആമേൻ സ്വന്തം തള്ളിക്കളഞ്ഞ ഒരുവനെയാണ് മൂലക്കല്ലാക്കി മാറ്റിയ യേശു ക്രിസ്തു എടുത്ത് കരങ്ങൾ ഉപയോഗിച്ചത്. Hallelujah. He was called to preach the first, preaching for the kingdom of God, for the church of God. അവിടെയാണ് ആദ്യം സഭയുടെ ഉദ്ഘാടനം നടന്നത്. സ്തോത്രം, 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 സ്തോത്രം. എത്രയൊക്കെ ആവേശമുണ്ട് അല്ലേ? എത്രയൊക്കെ ആവേശമുണ്ട്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചിലരെ കർത്താവ് കത്തിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ക്ഷേമെടുക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ചിലരെ കർത്താവ് ശക്തമായ കാര്യങ്ങൾ ഉപയോഗിക്കട്ടെ. ചിലരുടെ ചില ഗിഫ്റ്റിംഗ് ഇന്ന് പകല് യേശുവിൻ്റെ നാമത്തിൽ കത്തട്ടെ, കത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവൻ ജനം കർത്താവ്, ജനം എഴുന്നേൽക്കട്ടെ. കർത്താവേ, ഈ ദിവസങ്ങൾ വ്യക്തത ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കർത്താവ് നൽകുമാറ്. ഹല്ലേലൂയ. സ്തോത്രം. പലതും വെളിപ്പെടാതിരിക്കുന്നത് നമ്മളൊരു കോസ്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. കർത്താവ് ഒരു റിച്ചായിട്ട് അല്ലെങ്കിൽ നല്ല കാശുള്ളൊരു പയ്യനെ വിളിക്കുമ്പോൾ കർത്താവ് വിളിച്ചതാണ്. പക്ഷേ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനെ പോയി അടക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ നിന്നെ പിന്തുടരാൻ പോകുന്നു. പക്ഷേ യേശു പറഞ്ഞു, മോനെ, നിനക്ക് പറ്റിയ പരിപാടിയല്ലേ ഇത്, അല്ലേ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്, എനിക്ക് കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ല മോനെ, നിനക്ക് വേണമെങ്കിൽ പോരാൻ പറഞ്ഞു. അവൻ നേരെ അങ്ങ് തിരിച്ചുപോയി. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അദ്ദേഹത്തിന് ഇതുപോലെയൊക്കെ ആകണമെന്നുണ്ട്. പക്ഷേ അതുപോലെ ആകണമെങ്കിൽ അതുപോലൊരു കോസ്റ്റ് കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എനിക്കും നമുക്കൊക്കെ ചില കോസ്റ്റുകൾ കൊടുക്കേണ്ട കോസ്റ്റ് ദൈവത്തിന് അറിയുന്നു. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കോസ്റ്റേ കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുള്ളൂ. പറ്റാത്ത പണി നമ്മൾ ഏൽപ്പിക്കത്തില്ല. സ്തോത്രം. ഓരോരുത്തർ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റിങ്ങിനും താലത്തിനും അനുസരിച്ച് കർത്താവ് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പക്ഷേ ബലഹീനത കാണാം. പക്ഷേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ ബലഹീനതകളെ നോക്കാതെ, ഒരു മോശയെ സംബന്ധിച്ചിടത്തോളം മോശയുടെ ബലഹീനതയാണ് ദൈവം മോശ നോക്കിയത്. മോശ പറഞ്ഞു, എനിക്ക് 40 വർഷമായിട്ട് മരുഭൂമിയിൽ ഞാൻ എൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളെ നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. മോശ വാക്കിൽ വിക്കനായെന്നാണ് മോശ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന മോശ എന്തായിരുന്നു? വാക്കിൽ സമർത്ഥനായിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് പോയി കാണും. പക്ഷേ മോശയ്ക്ക് തോന്നിയതാ മോശയെപ്പറ്റി. ഹല്ലേലൂയ. അല്ലെങ്കിൽ മോശ വേറെ രീതി പറയുകയാണ്, എന്നെക്കാളും സംസാരിച്ച വാ തുറന്നാൽ പിന്നെ അടയ്ക്കാത്തൊരു വ്യക്തി അതെൻ്റെ ചേട്ടനാണ്. അദ്ദേഹം വാ അടയ്ക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തെ പറ്റിയാണ് ചിലരെ പറ്റി പറഞ്ഞത്. ചിലരൊക്കെ സംസാരിക്കാൻ നോക്കി നമ്മളെന്ത് പ്രാർത്ഥിക്കും, കർത്താവേ ഇവരൊന്ന് നിർത്തിയിട്ടാണ് ഞങ്ങൾക്കൊന്ന് സംസാരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു കൃപയ രീതി. അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. അപ്പം മോശ പറഞ്ഞു, അഹറോൻ നന്നായിട്ട് സംസാരിക്കും. അഹറോനെ വെച്ച് കമ്പയർ ചെയ്താൽ എനിക്ക് തടിച്ച നാവുള്ള വ്യക്തിയാണ്.
ദൈവം പറഞ്ഞു, ആമേ അതുകൊണ്ടാണ് നിന്നെ എനിക്ക് ആവശ്യം. നിൻ്റെ ബലഹീനതയാണ് എൻ്റെ ശക്തി വെളിപ്പെടാൻ പോകുന്നത്. അല്ലല്ലോ, നിനക്ക് ചെയ്യാൻ കഴിയത്തില്ല നീ പറഞ്ഞതിനെ ഞാൻ എടുത്ത് ഉപയോഗിക്കാൻ പോവാം. ആമേൻ. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് 1:26-27 പറഞ്ഞ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, അധികം ജ്ഞാനികളില്ല, ബലവാന്മാരില്ല, കുലീനരില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് ദൈവം തിരഞ്ഞെടുത്തു. അവരെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. അവരെ ലജ്ജിപ്പാൻ, ശക്തനെന്ന് പറയുന്നവരെ ലജ്ജിക്കുവാൻ എൻ്റെ ബലഹീനത എൻ്റെ കർത്താവ് കരങ്ങൾ ഉപയോഗിക്കുക. ഹല്ലേലൂയ. ദൈവം വളരെ ശക്തമായി കരങ്ങളിൽ ഉപയോഗിച്ച അനവധി വ്യക്തികളെ നമുക്കറിയാം. സംസാരിക്കാൻ സാധിക്കാത്തവരും, ആമേൻ, കൊള്ളത്തിലെന്ന് പറഞ്ഞവരെയും ദൈവം കരങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറുണ്ട്. ആമേൻ. അപ്പോൾ മോശയെ സംബന്ധിച്ചിടത്തോളം മോശയ്ക്ക് ഒരുപാട് ബലഹീനതകൾ പലതും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ മോശയുടെ ബലഹീനതകൾ ഒന്നായിരുന്നു, മോശ വളരെ കോപമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ കോപം ദൈവത്തിൻ്റെ മോശയുടെ ജീവിതത്തിൽ അത് ഒരു നമുക്ക് പല സ്ഥലങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മോശ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ദൈവത്തിനോട് മുഖാമുഖം എന്ന പോലെ സംസാരിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ മാനുഷികമായൊരു ബലഹീനത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശത്രു പലപ്പോഴും നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യാൻ ആമേൻ ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ സമയത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് തീർക്കാം, ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷവും എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എനിക്കൊരു കോപത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം ഒരാളെ കൊല്ലാൻ വേണ്ടി ഞാൻ ഏകദേശം ചെന്നതാണ്. ഞാൻ പോയി ദൈവസന്നിധിയിൽ പോയി കരഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എന്നെ അതിൽ നിന്നും ഇതിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ആ ബലഹീനതയെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുത്തപ്പോൾ കർത്താവ് അദ്ദേഹത്തെ ശക്തമായി, ഇന്ന് ഇൻ്റർനെറ്റിൽ അദ്ദേഹം സംസാരിച്ചു, ഞാൻ ആരാന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ബലഹീനതകളല്ല ദൈവത്തിന് വിഷയം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ബലഹീനതകളെ ഏൽപ്പിക്കാൻ തയ്യാറാണ്. ജോസാനത്താനത്തെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ സ്തോത്രം ദൈവം ഇങ്ങനെ ഉപയോഗിക്കുന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. സ്തോത്രം. അപ്പോൾ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ വിളിക്കും തെരഞ്ഞെടുപ്പിനും വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. ഒന്ന്, ശമൂവേൽ പ്രവാചകന്റെ മേലൊരു വിളി കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ശമൂവേൽ പെട്ടകത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന വ്യക്തിയായിരുന്നു, പെട്ടകത്തെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു. ഏലിയുടെ മക്കൾ ചുറ്റുവട്ടങ്ങളിൽ കൂറന്മാരും സ്തോത്രം ദൈവഹിതമല്ലാത്തത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ആ തലമുറയിൽ അവരോട് ചേരുവാൻ തയ്യാറാകാതെ ദൈവത്തിന് വേണ്ടി വേർപെട്ട് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുമ്പിൽ പോയി കിടക്കുന്ന ഒരു ശമൂവേലിനോട് ദൈവത്തിൻ്റെ വിളി വന്നത്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി എത്ര പേർ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നവരുണ്ട്? ഒരു വിളി വെളിപ്പെടണമെങ്കിൽ യുവർ കോളിംഗ് ആൻഡ് യുവർ ഇലക്ഷൻ കംസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. യേശുക്രിസ്തു രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് 12 പേരുടെ വിളിയെ കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തിയത്. ദൈവ സാന്നിധ്യത്തിനകത്താണ് ദൈവിക വിളി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട്? ദൈവം സ്തോത്രം ചെയ്തിട്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ വിളി ഈ ദിവസങ്ങൾ വെളിപ്പെടണമെങ്കിൽ ഡോണ്ട് ഗോ അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഈ ദിവസങ്ങൾ കൂടുതൽ അടുത്തുവരെ എത്ര പേർ തീരുമാനം എടുക്കും? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പുതുക്കുവാൻ എത്ര പേർ തയ്യാറാകും? കർത്താവേ, ഐ വാണ്ട് ടു ബി ഇൻ യുവർ പ്രസൻസ് മോർ ആൻഡ് മോർ. ഹല്ലേലൂയ. മോശ മാത്രമേ ഉള്ളോ ദൈവം വിളിച്ചത്, അല്ലെങ്കിൽ അഹ്റോന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് കോരയും അവൻ്റെ സംഘത്തിലുള്ളവരും ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇവൻ്റെ വിളിയും തെരഞ്ഞെടുപ്പിനെയും നിനക്ക് ചോദ്യം ചെയ്യുവാനുള്ള അധികാരമില്ലോ. ഞാനാണ് അവനെ വിളിച്ചത്. അവൻ കൊടുത്ത വില എന്താണെന്ന് എനിക്കറിയാം. ക്രിസ്തുവിൻ്റെ നിന്നെ പ്രതി മിസ്രയീമിൽ തൻ്റെ മക്കളെ അവൻ തലമുറകളിലൂടെ അനുഭവിക്കാമായിരുന്ന സമ്പത്ത് അതിനെ വിട്ടുകളഞ്ഞിട്ട് ഹല്ലേലൂയ ഒരുവൻ വില കൊടുത്തിറങ്ങിയതാ. അവനെ ദൈവം തിരഞ്ഞെടുത്ത് ഒരു ശക്തമായ പാത്രമാക്കി ദൈവം മാറ്റി. ബലഹീനത ഉണ്ടെങ്കിലും വില കൊടുക്കാൻ തയ്യാറാകുന്നതിനെ ശക്തമായി കരങ്ങൾ ദൈവം ഉപയോഗിക്കും.
ആമേ എൻ്റെ മേന്മയും എൻ്റെ ശ്രേഷ്ഠതയും എൻ്റെ ഗുണമേന്മയും ആമേ എൻ്റെ പശ്ചാത്തലമോ ഹല്ലേലൂയ എൻ്റെ കഴിവുകളോ ഒന്നുമല്ല ദൈവത്തിന് ആവശ്യം. ആർ യു റെഡി ടു ഗിവ് എ കോസ്റ്റ്? ഓ സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവിടെ അപ്പൊ ദൈവം പറഞ്ഞു, കൂശ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന മിര്യാമിനെ ആമേൻ സ്വതം മോശെ കുറ്റം വിധിക്കുന്നുണ്ട്. ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിധിക്കും? ഹല്ലേലൂയ. ദൈവം ആമേൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കുറ്റാരോപണങ്ങൾ നടക്കുന്നുണ്ട്. ദൈവം ആ തെരഞ്ഞെടുത്തവരെ കുറ്റം വിധിക്കുന്നതിന് പ്രസവം. ഹല്ലേലൂയ. മോശെ അല്ലാത്തവരെ കുറ്റം വിധിക്കാൻ ദൈവം ചില എഴുന്നേൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ കർത്താവ് അങ്ങനെ അത് അല്ലാത്തവരുണ്ട്. പക്ഷേ സ്തോത്രം. അപ്പോൾ അവിടെ ശമൂവേൽ അവിടെ മോശയ്ക്കെതിരെ നിൽക്കുമ്പോഴും ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ 12 വടിയെടുത്ത് സമാഗമ കൂടാരത്തിനകത്ത് വെക്ക്. അതിനകത്ത് ആമേൻ വടി തളിർക്കുന്നവനെ ദൈവം തിരഞ്ഞെടുത്ത. ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പും വെളിയുമുള്ളവൻ ദൈവ സാന്നിധ്യത്തിൽ കിടന്നാൽ മാത്രമേ വടി തളർക്കത്തുള്ളൂ. സ്തോത്രം. തളിപ്പ് വേണം ആർക്കെങ്കിലും. ഉണങ്ങിയ അവസ്ഥകളിൽ ഈ ദിവസം ഉണങ്ങിയിരിക്കുന്ന വടിയാണ്, പക്ഷേ അതിനെ തളിർപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട്. കാരണം ദൈവമാണ് തിരഞ്ഞെടുത്തത്. ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. ജീവിതത്തിൻ്റെ എത്ര വലിയ ഉണങ്ങിയ അവസ്ഥയാണെങ്കിലും ദൈവ സാന്നിധ്യത്തിനകത്ത് വന്ന് കിടക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവശബ്ദം ചിലരെ കാത്തിരിക്കുന്നുണ്ട്. I just ask the Lord today, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണം. കർത്താവേ വെറുതെ പ്രാർത്ഥിക്കാനല്ല, യഥാർത്ഥത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന, ആമേൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവശക്തി പ്രാപിക്കുന്ന ആത്മാവിലുള്ളൊരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ കർത്താവേ എനിക്ക് ഈ ദിവസങ്ങൾ ചെയ്തെടുക്കാനുള്ള കൃപ നൽകണമേ. അതിനകത്തൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കും. ചിലരുടെ കോളിങ് മൂടിക്കിടക്കുക. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. ഇങ്ങനെ ആമേൻ അടഞ്ഞു കിടക്കുകയാണ്, അത് തളിർക്കുന്നില്ല. പക്ഷേ ഈ ദിവസങ്ങൾ ഒരു തളിർപ്പിൻ്റെ അനുഭവം, ഒരു മഴയുടെ അനുഭവം, ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വ്യാപാരം, അകത്തേക്ക് കയറേണ്ട മണ്ഡലങ്ങളിൽ കയറി ചെന്നാൽ ഒരു തളിർപ്പിൻ്റെ അനുഭവം ഉണ്ടെന്ന് ചിലർക്ക് ദൂതി ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ അങ്ങനെ പറയുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ചിലത് വെളിപ്പെട്ടിട്ടില്ല, ചിലത് വെളിപ്പെടാതെ ശത്രു സമ്മതിക്കുന്നില്ല, ചിലത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ മധ്യേ ആമേൻ ഈ ദിവസങ്ങളിലും ഒരു തളിർപ്പ് ആമേൻ പൂക്കുക മാത്രമല്ല, കായ്ച്ച് അത് ഫലം കായ്ച്ച് നറുമണം വീശുവാൻ തക്കവണ്ണം ഇവിടെയാക്കിയെങ്കിൽ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്നതിന് വേണ്ടി ഈ ദിവസങ്ങൾ വിശ്വസ്തയോടെ നിൽക്കാൻ നമുക്ക് തയ്യാറാകാം. ആമേൻ. അതേ ശമൂവേലിനെ ഏൽപ്പിച്ച ദൗത്യം ശമൂവേൽ ചെയ്തുകൊണ്ടിരുന്നു. നമ്മളെ എന്താ കർത്താവ് ഏൽപ്പിച്ചത്? അതിന് ഈ ദിവസങ്ങൾ വിശ്വസ്തയോടെ കീപ് കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്. ദൈവമായി ഏൽപ്പിച്ചതെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചാലും ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്, കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്, ഗോ ഫോർവേഡ്. ആമേൻ. ഒരു തെരഞ്ഞെടുപ്പ് ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ശമൂവേൽ ആമേൻ ദൈവ സാന്നിധ്യത്തിൽ കടന്നു. ശമൂവേൽ വേർപെട്ട ജീവിതമായിരുന്നു. പക്ഷേ ഏലിക്ക് കീഴ്പ്പെടുന്നു. നമ്മൾ കീഴ്പ്പെടേണ്ട മണ്ഡലങ്ങളിൽ കീഴ്പ്പെട്ട് നിൽക്കാൻ തയ്യാറാണോ? ആമേൻ. ഒരു യോശുവയെ പറ്റി പറഞ്ഞിരിക്കുന്നത്, യോശുവയുടെ മേൽ മോശയുടെ കരം ഇരുന്നു കൊണ്ട് അവൻ ജ്ഞാനസമ്പൂർണനായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ ഇരിക്കുക. തക്ക സമയത്ത് വിശ്വസിക്കുന്നവരുണ്ടോ? നമ്മുടെ സമയത്തല്ല, ഒരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ പേരാണ് തക്ക സമയം. തക്ക സമയത്ത് ഒരു കരം എനിക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും ദൈവപ്രവൃത്തി കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടും, ദൈവപ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിലും നമ്മളെ സ്തെഫാനോസിനെയും ഫിലിപ്പോസിനെ ഏൽപ്പിച്ചത് മേശയിൽ ശുശ്രൂഷിക്കാനായിരുന്നു. പക്ഷേ അവരെ ഏൽപ്പിച്ച ദൗത്യം ചെയ്തുകൊണ്ടിരുന്നു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ സ്തെഫാനോസിൻ്റെ കരങ്ങളോടെയും ആമേൻ മേശയിൽ ശുശ്രൂഷിച്ചവൻ്റെ കരങ്ങളോടെയും ദൈവം അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്യുവാനിടയായി. സമയമായപ്പോൾ കർത്താവ് നമ്മുടെ കരങ്ങളിൽ കൂടെ ചിലത് ചെയ്യിപ്പിക്കും. വിശ്വസിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തി കഥാ സ്തോത്രം ചെയ്യണം.
ഈ കരം കർത്താവ് ഞാൻ സമർപ്പിക്കുകയാണ്. എത്ര പേർ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കരം ഒന്ന് ഏൽപ്പിച്ചിട്ട്, കർത്താവെ എൻ്റെ കരങ്ങളിലൊന്ന് പിടിക്കണമേ, ഈ കരത്തെ കർത്താവ് പിടിക്കണമേ, എൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ വിളിയും കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്ന് വെളിപ്പെടുത്തുക. എൻ്റെ കരത്തിലൂടെ ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ഈ ദിവസങ്ങൾ വെളിപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിപ്പാൻ സഹായിക്കണമേ. പലതും എനിക്ക് മറുത്ത് പറയുന്നുണ്ടെങ്കിലും, പലരും എന്നെ കുറ്റാരോപിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം മധ്യേ ആമേൻ സ്തോത്രം ഈ ദിവസങ്ങളിലും ആമേൻ എൻ്റെ വിളി എന്താണ്, തിരഞ്ഞെടുപ്പ് എന്താണെന്നും കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി ദിവസങ്ങൾ സമർപ്പിക്കുന്നവരുടെ ജീവിതത്തിന് മേൽ കർത്താവ് പ്രവർത്തിക്കാൻ പോകുക. ബി സെപ്പറേറ്റഡ് ഫോർ ഹിം. ആമേൻ. പ്രവാചകന്മാരല്ല, പ്രവചനങ്ങൾ സൂക്ഷിച്ചോളൂ. കള്ളപ്രവാചകന്മാരെ നമുക്കറിയാം, പക്ഷെ കള്ളപ്രവചനങ്ങൾ വരും. അത് നമ്മളെ വിളിയിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റും കേട്ടോ. അല്ല, കഴിഞ്ഞ ആളുകൾ തെറ്റായ പ്രവചനങ്ങൾ ഏത് ദിവസവും ശബ്ദം കേട്ട് ഏൽപ്പിച്ചു കൊടുത്തവരുണ്ടെങ്കിൽ അതൊന്ന് കഥാവിനെ പ്രവചനങ്ങളെ തുച്ഛീകരിക്കരുത്. പക്ഷേ പ്രവചനങ്ങളെ ശോധന ചെയ്തോണം. ആരെങ്കിലും ഒരു പ്രവചനം പറഞ്ഞാൽ ഹല്ലേലൂയ അതെൻ്റെ വിളിയാണോ എൻ്റെ തിരഞ്ഞെടുപ്പാണോ എന്ന് വ്യക്തമായി ദൈവസന്നിധി ചോദിച്ചിട്ട് വേണം ഏറ്റെടുക്കാൻ. എനിക്കറിയാവുന്ന പലരും വിളിയും തിരഞ്ഞെടുപ്പും മാറിപ്പോയത് തെറ്റായ പ്രവചനങ്ങളാണ് ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശബ്ദവും വേണ്ട, എനിക്ക് ദൈവശബ്ദം വേണമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എനിക്കൊരു ശബ്ദം വേണം, എൻ്റെ ദൈവശബ്ദം എനിക്കൊന്ന് കേൾക്കണം, എൻ്റെ കർത്താവ് എന്നോട് ഇടപെടുന്ന എനിക്കൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ദൈവമേ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഐ വാണ്ട് ടു നോ ലോർഡ് ഹൗ ടു ഗോ ഫോർവേഡ് ലോർഡ്. ഐ വാണ്ട് ടു നോ ലോർഡ് ഹൗ ദാറ്റ് ഗിഫ്റ്റിംഗ് ക്യാൻ ഓപ്പറേറ്റ് ദീസ് ഡേയ്സ് ലോർഡ്. ഈ ദിവസങ്ങളിലും അത് ഈ ദിവസം എങ്ങനെ വെളിപ്പെട്ട് വരണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ദിവസത്തിലേക്ക് നമുക്ക് സമയത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ ദൈവവചനത്തിൽ നിന്നും വിരമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ യു ക്യാൻ ബി യൂസ്ഡ് ആസ് എ സാങ്ക്ടിഫൈഡ് വെസൽ. ഒരു വിശുദ്ധ പാത്രങ്ങളാക്കി ദൈവം നമ്മളെ ഉപയോഗിക്കും. ചിലതിനെ അപമാനത്തിനായി ഉപയോഗിക്കുന്നു, ചിലതിനെ മാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫോർ ഡിസോണർ ആൻഡ് ഓണർ. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മാന്യ കാര്യത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. മാന്യ കാര്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നവനെ ദൈവം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ദൈവകരം ശുദ്ധമാ, ദൈവത്തിൻ്റെ കരം വിശുദ്ധമാ, ദൈവം പരിശുദ്ധനാ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും പ്രയോജനപ്പെടണമെങ്കിൽ ആ പാത്രം വിശുദ്ധമായിരിക്കണം. ആ പാത്രത്തെ ആമേൻ ദൈവം ശുദ്ധീകരിക്കും. യു ആർ ഗോയിങ് ത്രൂ എ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. യു ആർ ഗോയിങ് ത്രൂ സാങ്ക്ടിഫിക്കേഷൻ. Those who sanctified God, hallelujah, glorified them. Hallelujah. You are a part of the glorified body of Christ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. യൂദായെ ദൈവം ഉപയോഗിച്ചു, യുവായെ ദൈവം ഉപയോഗിക്കും, കഴുതവരെ ദൈവം ഉപയോഗിച്ചത്. പക്ഷേ പലരും പറയും എന്നെ ദൈവം ഉപയോഗിച്ചു. പക്ഷേ ദൈവം ഉപയോഗിക്കും, പക്ഷേ യു ഹാവ് ടു യൂസ്ഡ് ആസ് എ സാങ്ക്ടിഫൈഡ് വെസൽ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ഫറവോനെ ദൈവത്തിൻ്റെ കരം ഉപയോഗിച്ച പാത്രമാണ്. ദൈവം അനേകരെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ചില ശോധനകളിലൂടെ കൊണ്ടുപോകാൻ ദൈവം ചിലരെ മോളിക്കൊണ്ടിരുത്തും. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ യു വിൽ കം ഔട്ട് ആസ് സാങ്ക്ടിഫൈഡ് വെസൽ. യോസേഫിന് പല അനുഭവങ്ങളിലൂടെ പോയതിന് കാരണം there was a process he was going through. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്നതിന് ഒരു സാങ്ക്ടിഫിക്കേഷൻ്റെ പൂർത്തീകരണങ്ങൾ ചെയ്തതിന് ശേഷമാണ് യോസേഫിനെ കൊണ്ട് രാജസ്ഥാനത്ത് ഇരുത്തുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരുന്ന ഒരു ശമൂവേലിന് ആമേൻ ദൈവം അവിടെ പറയുന്നു, ശമൂവേൽ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല, ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ശമൂവേൽ ഏലിയെ അറിയായിരുന്നു, ദൈവത്തെ അറിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ അനുഭവം വന്നിട്ടില്ലായിരുന്നു. ആമേൻ. നമ്മൾ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് വെളിപ്പെടുന്നില്ലെങ്കിൽ, സ്തോത്രം, ഏലി പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3-ാമത്തെ പ്രാവശ്യം നീ ഒരു കാര്യം പറഞ്ഞാൽ മതി, അടിയനിതാന്ന് പറഞ്ഞാൽ മതി. അടിയനോട് സംസാരിക്കണമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, സ്തോത്രം, പലതും എനിക്ക് വെളിപ്പെടുന്നില്ല. പക്ഷേ ഇന്ന് ദൈവസന്നിധി ഏൽപ്പിക്കുക. കർത്താവേ, സ്പീക്ക് ടു മീ ലോർഡ്. നമുക്ക് ദൈവസാന്നിധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവകരങ്ങളിലേക്ക് എത്ര നേരിടും. എന്നോട് കർത്താവ് സംസാരിക്കണമേ. മുന്നോട്ടുള്ള കാര്യങ്ങളെ ശമൂവേലിന് ദൈവം വെളിപ്പെടുത്തി. ഇസ്രായേൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ശമൂവേലിന് ദൈവം വെളിപ്പെടുത്തി. ശമൂവേലിനെ ആർക്കും അറിയില്ല. ഹി വാസ് എ ലോ പ്രൊഫൈൽ ഗായ്. ഒരു മണ്ടനാന്ന് പലപ്പോഴും പറഞ്ഞു കാണും. പക്ഷേ ഏലിയുടെ മക്കൾ പറഞ്ഞു, ഇവന് സ്തോത്രം ഇവന് ബുദ്ധിയില്ലാത്തവനാ, സ്തോത്രം, ഞങ്ങളെപ്പോലെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒന്നും മിണ്ടാതെ ദൈവം ഏൽപ്പിച്ചതിനെ ചെയ്തുകൊണ്ട്
ദൈവത്തിൻ്റെ ഏലിയുടെ മുമ്പിൽ ശുശ്രൂഷിച്ചുകൊണ്ട് വിശ്വസ്തനായി നിന്ന ഒരു ശമൂവേലിനോട് ഒരു രാത്രികാലം ദൈവം ഇടപെട്ടു. 3-ാം പ്രാവശ്യം തട്ടി ഉണർത്തിയപ്പോൾ ശമൂവേൽ പറഞ്ഞു, നീ ഒരു കാര്യം പറഞ്ഞാൽ മാത്രം മതി, അടിയനിതാ എന്ന് പറഞ്ഞാൽ, കർത്താവേ എന്നെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുക, നീ എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നീ ഒറ്റ കാര്യം ചെയ്യാം, നീ അത് സംസാരിക്കണം. ആ സംസാരത്തിന് ശേഷം ഇസ്രായേലിൽ വചനം വെളിപ്പാടില്ലായിരുന്നു, വചനം ഏറെയില്ലായിരുന്നു. പക്ഷെ ദൈവം ഒരു പ്രാവശ്യം ഇടപെട്ട ശമൂവേലിൻ്റെ വായിൽ നിന്നും ഒരു വചനം പോലും താഴോട്ട് പോയില്ല. ദാൻ മുതൽ ബർശബ വരെ ദൈവത്തിൻ്റെ വചനം ശമൂവേലിലൂടെ ദൈവം പരക്കുവാൻ തക്കവണയായി. പിന്നീട് അത് ഇസ്രായേലൊക്കെയും പരക്കുവാനിടയായി. കൊടുത്ത ഗിഫ്റ്റിങ് അതായിരുന്നു. അത് ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ ഒരു ദൈവ ശബ്ദത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു കരം തൊട്ടപ്പോൾ അതിന് അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നുവെങ്കിൽ ശമൂവേൽ വിശ്വസ്ത പ്രവാചകനെന്ന് ഇസ്രായേൽ മുഴുവൻ അറിഞ്ഞു. ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിൽപ്പിക്കും. നമുക്കത് ഓരോരുത്തരുടെ മേലും വ്യത്യസ്തമാണ്. പക്ഷേ ഈ ദിവസങ്ങളിലും ആ ദൈവശബ്ദം നമ്മളെ ഒന്ന് തേടിയെത്തുവാൻ, കർത്താവ് എൻ്റെ ഹൃദയത്തോട് ഇടപെടണമേ, എൻ്റെ മനസ്സിനോട് നിലനിർത്തണമേ. മുന്നോട്ടുള്ള കാര്യങ്ങളെ വ്യക്തമായി ശമൂവേൽ ദൈവം വെളിപ്പെടുത്തി. ഏലി പറഞ്ഞു, നീ ഒന്നും മറച്ചു വെക്കരുത്. സ്തോത്രം. ദൈവം ഈ ദിവസം നമ്മളോട് മുന്നോട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. എന്തിനാണ് എന്നെ വിളിച്ച കർത്താവേ, എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത്? ശമൂവേൽ പക്ഷേ ചോദിച്ചു കാണുമായിരിക്കും. പക്ഷേ ഒരു വിലയുണ്ടായിരുന്നു, ഒരു ഹന്ന കൊടുത്ത വിലയുണ്ടായിരുന്നു. ഹല്ലേലൂയ. തൻ്റെ മകനെ എറിഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, നൈവേദ്യമായി ആകപ്പാടെ ഉണ്ടായിരുന്ന ഓമനപുത്രനെ കൊടുക്കുമ്പോൾ അതിന് മുമ്പിൽ ഒരു കോസ്റ്റ് ഉണ്ടായിരുന്നു. There is a cost. Are you ready to give a cost? Depends on the cost. God is going to work in our lives. എത്ര വന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, വാട്ട് ഇസ് ദ കോസ്റ്റ് ഐ ഹാവ് ടു ഗിവ്? ഇനി എന്തെങ്കിലും കർത്താവേ അങ്ങേക്ക് കൊടുക്കുവാനുണ്ടോ? എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ സമർപ്പിക്കാനുണ്ടോ? എത്ര വന്ന് ചോദിക്കും. കർത്താവ് ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തും. അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തും.